നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ MK വിനോദ്. ഇന്ന് നിരവധി വാർത്തകളുണ്ട്. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം. ശുഭദിനം ആശംസിക്കുമ്പോഴും സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ അവസ്ഥ അത്ര ശുഭകരമല്ല. നിപ്പ വാർത്തകളാണ് പുറത്തു വരുന്നത്. മലപ്പുറത്ത് ചികിത്സയിലായിരുന്ന പാലക്കാട് സ്വദേശിയായിട്ടുള്ള ആളിനെ കോഴിക്കോട്ടേക്ക് കൂടുതൽ ചികിത്സയ്ക്കായി അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വടക്കൻ കേരളത്തിൽ നിപ്പയുടെ ജാഗ്രത വർദ്ധിക്കുകയാണ്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. പ്രധാനമന്ത്രി ഇന്ന് ബ്രസീലിലാണ്. അങ്ങനെ നിരവധി അന്താരാഷ്ട്ര വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം നോക്കാം. നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ഈ ദിവസത്തെ പ്രത്യേകത കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നോക്കിയ ശേഷം പ്രധാന തലക്കെട്ടിലേക്ക് വരാം. കൊല്ലവർഷം 1200 ആണ്ട്, മിഥുനം 22, വിശാഖം നക്ഷത്രമാണ് ഇന്ന്. 2018 ജൂലൈ 6 ഞായറാഴ്ച. രാഹുകാലം വൈകിട്ട് 4:30 മുതലാണ് 6 മണി വരെ രാഹുകാലമാണ്. ഇതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിപ്പ ജാഗ്രതയിൽ സംസ്ഥാനം. പാലക്കാട്ട് രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ നില ഗുരുതരം. ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സമ്പർക്ക പട്ടികയിലെ 10 വയസ്സുകാരിക്ക് രോഗലക്ഷണങ്ങൾ. കോട്ടയത്ത് ബിന്ദുവിന്റെ മരണത്തിൽ വിവിധ വകുപ്പുകളോട് റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. സൂപ്രണ്ടിന്റെ മൊഴിയെടുക്കും. കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് വിവരങ്ങൾ വേണമെന്ന് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. റിയോ ഡി ജനീറോയിൽ ഊഷ്മള സ്വീകരണം. പുതിയ പാർട്ടി പ്രഖ്യാപിച്ച ഇലോൺ മസ്ക്. ദി അമേരിക്ക പാർട്ടി എന്ന് പുതിയ പേര്. ലക്ഷ്യം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകൽ. നിലവിലെ പാർട്ടികൾ ജനങ്ങളെ വഞ്ചിക്കുന്നുവെന്നും മസ്ക്. അമേരിക്കയിലെ ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണം 51. മരിച്ചവരിൽ 15 കുട്ടികളും കാണാതായവരിൽ 27 കുട്ടികൾ. തെരച്ചിൽ ഊർജിതം. വിരമിച്ച ശേഷവും വേട്ടയാടി CPM. പാർട്ടി സഹയാത്രികയുടെ പെൻഷനും ആനുകൂല്യങ്ങളും തടഞ്ഞുവെച്ചു. പിന്നിൽ മുൻ MLA കോലിയക്കോട് കൃഷ്ണൻ നായരെന്ന് പ്രീത ജോൺ. പാർട്ടിയെ സമീപിച്ചിട്ടും നീതി ലഭിച്ചില്ല എന്നും ആരോപണം. ജനം ബ്രേക്കിംഗ്. ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 2.5 കോടിയുടെ തട്ടിപ്പ്. വ്യാജ നിയമന ഉത്തരവ് നൽകി തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി. റംസിക്കെതിരെ പരാതിയുമായി തമിഴ്നാട്ടുകാരായി 35 പേർ. ജനം എക്സ്ക്ലൂസീവ്. കേരള സർവകലാശാല രജിസ്ട്രാറെ സംരക്ഷിക്കാൻ ഇടത് നീക്കം. അടിയന്തര സിൻഡിക്കേറ്റ് ഇന്ന്. സസ്പെൻഷൻ ചർച്ചയാകും. കാലടി സർവകലാശാലയിൽ ഒത്തുതീർപ്പ് ശ്രമവുമായി VC. നീക്കം രാഷ്ട്രീയ സമ്മർദ്ദം കാരണമെന്ന് സൂചന. ബിർമിംഗ്ഹാമിൽ ഇന്ത്യക്ക് വിജയപ്രതീക്ഷ. ഇംഗ്ലണ്ടിൽ ലക്ഷ്യം 536 റൺസ് അകലെ. 4ാം ദിനം 3 വിക്കറ്റിന് 72 റൺസ്. 2ാം ഇന്നിംഗ്സിലും സെഞ്ചുറി അടിച്ച് ശുഭ്മാൻ ഗിൽ. ക്ലബ് ലോകകപ്പിൽ സെമി ലൈനപ്പായി റയൽ മാഡ്രിഡ് PSG യെയും ചെൽസി ഫ്ലൂമിൻസിനെയും നേരിടും. ക്വാർട്ടറിൽ
ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ മറികടന്ന റയൽ. ബയേണിനെ തോൽപ്പിച്ച് PSG. അങ്ങനെ നിപ്പ ജാഗ്രതയിലാണ് നമ്മുടെ സംസ്ഥാനം. പാലക്കാട്ട് രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നു. 38-കാരിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സമ്പർക്ക പട്ടികയിലെ 10 വയസ്സുകാരിക്ക് രോഗലക്ഷണങ്ങളുമുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂരും. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരും കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും ചേരുന്നു. ആദ്യം അരുൺ ആലത്തൂർ. അരുൺ, പാലക്കാടാണ് നിപ്പ ഭീതി നിലനിൽക്കുന്നത്. 38 വയസ്സുള്ള യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കോഴിക്കോട്ട് ചികിത്സയിലാണ്. മലപ്പുറത്തായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് യുവതിയെ കൂടുതൽ ചികിത്സയ്ക്കായി കോഴിക്കോട്ടേക്ക് മാറ്റുന്നത്. പാലക്കാട്ട് വിവിധ മേഖലകളിൽ ഇപ്പോൾ തന്നെ ജാഗ്രതാ നിർദ്ദേശവും വലിയ നിയന്ത്രണങ്ങളുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. വിനോദ്, തീർച്ചയായിട്ടും പാലക്കാട് ജാഗ്രത തുടരുകയാണ്. ഈ പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ച 38-കാരിയെ ഇന്നലെ രാത്രിയോടുകൂടെയാണ് മലപ്പുറത്ത് നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഈ സാഹചര്യത്തിൽ ഈ പാലക്കാട് തച്ചനാട്ടുകര പ്രദേശത്ത് കൂടുതൽ ജാഗ്രത ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ, ജില്ലയിലെ പ്രധാന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ മേധാവികൾ ഉൾപ്പെടുന്ന 26 അംഗ കമ്മിറ്റി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ചിട്ടുണ്ട്. 110 പേർ നിരീക്ഷണത്തിലാണ്. മരുന്നുകൾ, PPE കിറ്റ്, മറ്റ് അവശ്യ വസ്തുക്കളുടെ സ്റ്റോക്ക് വിലയിരുത്തിയിട്ടുണ്ട്. 40 ബെഡുകൾ ഉൾപ്പെടുന്ന ഐസൊലേഷൻ യൂണിറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഡോക്ടർമാർ, നഴ്സിംഗ് ഓഫീസർമാർ, ആരോഗ്യ പ്രവർത്തകർക്ക് നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ ജനങ്ങൾ സാമൂഹിക അകലം പാലിക്കുകയും കണ്ടെയ്ൻമെന്റ് സോണുകളിലെ പ്രത്യേക നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതാണെന്നും കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ളവർ അനാവശ്യമായി കൂട്ടം കൂടി നിൽക്കുകയും മറ്റും ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ പുറത്തിറങ്ങുമ്പോൾ N95 മാസ്ക് നിർബന്ധമായും ധരിക്കണം. പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കിടയിൽ പനി, മറ്റ് ശ്വാസതടസ്സം, മാനസിക വിഭ്രാന്തി, ബോധക്ഷയം എന്നിവയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രി സേവനങ്ങൾ സ്വീകരിക്കണമെന്നും ഈ വവ്വാലുകൾ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുന്നതും അവയെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ശ്രമിക്കുന്നതും ഒഴിവാക്കണമെന്നും നിപ്പ പ്രതിരോധ പ്രവർത്തനത്തിനോടൊപ്പം ഈ ഡെങ്കിപ്പനി, എലിപ്പനി, മറ്റ് കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ജാഗ്രത തുടരണമെന്നും ഉൾപ്പെടെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ 110 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ നിപ്പ സ്ഥിരീകരിച്ച 38-കാരിയുടെ ബന്ധുവായ ഒരു കുട്ടിക്കും പനി ഉണ്ടാവുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തുടർന്ന് ഈ കുട്ടിയെയും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ആ കുട്ടിയുടെ ചികിത്സ തുടരുന്ന ഒരു സ്ഥിതിയാണ്. അതായത് ജില്ലയിൽ വലിയ ജാഗ്രതയാണ് ഇപ്പോൾ തുടരുന്നത്. ജില്ലയിൽ ജാഗ്രത തുടരുന്നു. അവിടെ സമ്പർക്ക പട്ടികയിലുള്ള 10 വയസ്സുകാരിക്ക് കടുത്ത പനി അനുഭവപ്പെടുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ടല്ലോ അരുൺ ആലത്തൂർ. അപ്പോൾ സമ്പർക്ക പട്ടികയിൽ ഏകദേശം 245ഓളം പേർ ഉണ്ട്. 245 പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കന്റോൺമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 10 വയസ്സുകാരിയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. വിനോദ്, 110 പേരാണ് പാലക്കാട് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. അതിൽ 10 വയസ്സുള്ള ഒരു കുട്ടിക്കാണ്, അതായത് 38-കാരിയായി നിപ്പ സ്ഥിരീകരിച്ച വ്യക്തിയുടെ ബന്ധുവിനാണ് പനി അനുഭവപ്പെട്ടത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ കുട്ടിക്ക് പനി അനുഭവപ്പെട്ടത് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ തന്നെ ഈ കുട്ടിയെ മാറ്റിയിരുന്നു. ഇപ്പോഴും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആ കുട്ടി നിരീക്ഷണത്തിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ കുട്ടിയുടെ മറ്റേതെങ്കിലും തരത്തിൽ നിപ്പ രോഗം മറ്റോ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി സ്രവവും മറ്റും ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവും എന്നുള്ളതാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളോ മറ്റോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതെ, വലിയ ജാഗ്രതയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയുള്ളത്. ഇപ്പോൾ കോഴിക്കോടും ഇത്തരത്തിൽ ജാഗ്രതയിലേക്ക് വരുന്നു. കാരണം മലപ്പുറത്ത് ചികിത്സയിലുണ്ടായിരുന്ന 38-കാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. നിപ്പ രോഗം അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി, കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. വിവരങ്ങളുമായി
കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ രോഗബാധയുമായി ഒരാൾ ചികിത്സയ്ക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും മെഡിക്കൽ കോളേജിൽ ആ ചികിത്സയുമായി ബന്ധപ്പെട്ട വലിയ നിയന്ത്രണങ്ങൾ തന്നെ ഉണ്ടാകുമല്ലോ. ആ വാർഡ് പ്രത്യേക വാർഡിലായിരിക്കും, അങ്ങോട്ടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണമുണ്ടാകും. അതുമാത്രമല്ല, കോഴിക്കോട് ജില്ലയിലും നിപ്പയുടെ ജാഗ്രത വളരെ കരുതലോടുകൂടി ഇപ്പോൾ കൈക്കൊള്ളുന്നുണ്ടല്ലോ. ദിസ്ന സുരേഷ്, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ 425 പേരാണുള്ളത്. ഇതിൽ മലപ്പുറത്ത് 12 പേരാണ് ചികിത്സയിലുള്ളത്. 228 പേരുണ്ട്. അതിൽ 12 പേരാണ് മലപ്പുറത്ത് ചികിത്സയിലുള്ളത്. കൂടാതെ തന്നെ ഈ കോഴിക്കോട് 87 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് ആരോഗ്യ പ്രവർത്തകരാണ് കൂടുതലും ഉള്ളത് എന്ന് തന്നെയാണ്. ഇന്നലെ 11:06 കൂടിയാണ് ഈ പെരിന്തൽമണ്ണ സ്വദേശിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പാലക്കാട് സ്വദേശിയായ 38 വയസ്സുകാരിയെ ഇന്നലെ രാത്രി 11:06 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. KHRW-SP വാർഡിൽ വെന്റിലേറ്റർ സൗകര്യത്തോടെയാണ് അവർ ഐസൊലേഷനിൽ കഴിയുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ രോഗിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടാണ് ഇന്നലെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ കോളേജ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ P. ജയേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലുള്ള സംഘമാണ് ഇവരെ നിരീക്ഷിച്ചു വരുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡും രൂപീകരിച്ചിട്ടുണ്ട്. മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ VK ഷമീർ, ഡോക്ടർ E. ഡാനിഷ്, ഡോക്ടർ R. ഗായത്രി, PG ഡോക്ടർമാരായ വിദ്യാർത്ഥികൾ എന്നിവരാണ് ഈ രോഗിയെ പരിശോധിച്ചു വരുന്നത് എന്നൊരു വിവരവും നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നിയന്ത്രണം തന്നെയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്കും നൽകിയിട്ടുള്ള നിർദ്ദേശത്തിലുള്ളത്. മാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വേണം ആശുപത്രിയിൽ പ്രവേശിക്കാൻ തുടങ്ങിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെയും നിലവിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ രോഗിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നൊരു റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് 82 പേർ നിരീക്ഷണത്തിലാണെന്നൊരു വിവരവും പുറത്തു വരുന്നിട്ടുണ്ട്. അതിൽ കൂടുതലായും ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും അതോടൊപ്പം തന്നെ 2 ജീവനക്കാരുടെയും ആരോഗ്യനില നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ തന്നെയും കർശനമായി മാസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോകണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട്. ആരോഗ്യ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ യോഗം ചേരും എന്ന വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ മെഡിക്കൽ ബോർഡിന്റെ അപ്ഡേഷൻ അനുസരിച്ച് ഇന്നലെ 11:06 ഈ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നൊരു വിവരം തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. മെഡിക്കൽ ബോർഡും രൂപീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനോദ്. ദിസ്ന സുരേഷ്, ഈ വടക്കൻ കേരളത്തിൽ ഇപ്പോൾ നിപ്പയുടെ ജാഗ്രത കൂടുതലും ഉള്ളത് വടക്കൻ കേരളത്തിലാണ്. പ്രത്യേകിച്ചും പാലക്കാട് രോഗം സ്ഥിരീകരിക്കുന്നു. പാലക്കാട് മാത്രമല്ല, മലപ്പുറം, നേരത്തെ ദിസ്ന സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട്, ഈ മേഖലകളിലാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം വരുന്നത്. പാലക്കാട് കന്റോൺമെൻറ്റ് സോണുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിപ്പ രോഗം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുമ്പോൾ കോഴിക്കോട് ജില്ലയും അല്ലെങ്കിൽ വടക്കൻ കേരളം എത്രമാത്രം ആശങ്കയിലാണ് ദിസ്ന സുരേഷ്? പ്രത്യേകിച്ച് ഈ നിപ്പയുടെ ഉറവിടം വന്നത് കോഴിക്കോട് തന്നെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ ആരോഗ്യ മേഖലയിൽ, അതായത് ആ യുവതി സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും പിന്നീട് കോഴിക്കോട് ജില്ലയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയും ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഡോക്ടർമാർക്കുണ്ടായ സംശയമാണ് ഇത്തരത്തിൽ നിപ്പ സ്ഥിരീകരിക്കാനിടയായത്. അതോടൊപ്പം തന്നെ അവരുടെ സമ്പർക്ക പട്ടിക ഉൾപ്പെടെ അന്ന് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ തന്നെയും ക്വാറന്റൈനിൽ കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്വയം, അതായത് മാസ്ക് ഉപയോഗിച്ച് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് സ്വയം സംവിധാനങ്ങൾ ഒരുക്കുക എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ആരോഗ്യ മേഖലയിലെ ആളുകൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. വിനോദ്, അതോടൊപ്പം തന്നെ ഇന്നലെയാണ് ഈ രോഗിയെ എത്തിച്ച സമയത്താണ് ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. മറ്റ് രോഗിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ മെഡിക്കൽ ബോർഡ് കൃത്യസമയത്ത് അറിയിക്കും എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടെത്തുന്ന രോഗികൾക്കൊക്കെ അതീവ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാസ്ക് ഒക്കെ ഉപയോഗിച്ച് ആശുപത്രിയിൽ എത്തണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ പനി അടക്കമുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ ഉണ്ടാവരുത് എന്നൊരു നിർദ്ദേശവും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ട്. വിനോദ്. അതെ, വ്യക്തമാണ്. കേരളത്തിൽ ആദ്യമായി നിപ്പ രോഗം സ്ഥിരീകരിച്ച ജില്ലയും കോഴിക്കോട് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ നമുക്ക് വരാം. കേരളത്തിൽ
കേരളത്തിൽ ആദ്യത്തെ നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലാണ്. 2018 ഈ സംഭവം. 8 വർഷം പിന്നിടുമ്പോഴും വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ആദ്യ നിപ്പ റിപ്പോർട്ട് ചെയ്ത കാലത്ത് നിർമ്മാണം തുടങ്ങിയ വൈറോളജി ലാബിന്റെ നിർമ്മാണവും അനിശ്ചിതമായി നീളുകയാണ്. കേരളത്തിൽ ആദ്യത്തെ നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ്. 10 പേരാണ് നിപ്പ ബാധിച്ച് 2018 ജില്ലയിൽ മാത്രം മരണപ്പെട്ടത്. നിപ്പയുടെ ഉറവിടം കണ്ടെത്താനായി പ്രദേശത്തെ വവ്വാലുകളുടെ ശവമടക്കം പരിശോധനയ്ക്ക് അയച്ചിരുന്നെങ്കിലും വവ്വാലുകളാണ് രോഗവാഹകർ എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആദ്യ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് 7 വർഷം കഴിഞ്ഞിട്ടും നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ സംവിധാനത്തിന് കഴിയാത്തത് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. 1 മാസത്തിന്റെ ഇടവേളയിലാണ് കോഴിക്കോട് വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിപ്പ രോഗം ബാധിച്ചു മരിച്ച 18 വയസ്സുകാരി ചികിത്സ തേടിയിരുന്നതും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. പക്ഷേ അപ്പോഴും ആദ്യ നിപ്പ റിപ്പോർട്ട് ചെയ്ത കാലത്ത് നിർമ്മാണം തുടങ്ങിയ മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിന്റെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ലാബിലേക്കുള്ള വില കൂടിയ പല ഉപകരണങ്ങളും പുറത്തിറക്കി വെച്ച നിലയിലാണ്. ലാബിലേക്ക് കൊണ്ടുവന്ന യന്ത്രങ്ങളുടെ നിർമ്മാണത്തിലെ അപാകതയും ലാബിന്റെ പണി വൈകാൻ കാരണമായി. ലാബിലേക്കുള്ള യന്ത്രങ്ങൾ വീണ്ടും പുനർനിർമ്മിച്ച് തിരിച്ചെത്തിയാലേ ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയൂ എന്നാണ് അധികൃതർ അറിയിച്ചത്. നിപ്പ രോഗം നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വൈറോളജി ലാബിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നത് ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത കൊണ്ടെന്നാണ് ഉയരുന്ന പ്രധാന പരാതി. ജനം, കോഴിക്കോട്. നമ്മുടെ പ്രേക്ഷകരും ആശങ്കയിലാണ്. നിരവധി പേർ ചോദിക്കുന്നുണ്ട്. പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു വവ്വാലിനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് നിപ്പ ബാധയുണ്ടോ എന്നുള്ള കാര്യം. പക്ഷേ ഈ വവ്വാലിന് നിപ്പ ബാധിച്ചതായി ഇതുവരെയും റിപ്പോർട്ട്, അല്ലെങ്കിൽ നിപ്പ രോഗബാധ ഉള്ള, അല്ലെങ്കിൽ അത് കാരണമാണ് ഈ വവ്വാൽ ചത്തത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല. എന്തായാലും വിദഗ്ധ പരിശോധനയ്ക്കായി ഈ ചത്ത വവ്വാലിൻ്റെ വവ്വാലിനെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് സമീപം ഒരു വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റാണ് ഈ വവ്വാൽ ചത്തത് എന്നുള്ള പ്രാഥമിക നിഗമനമാണുള്ളത്. അത്തരത്തിലുള്ള ആശങ്കയൊന്നും ഇപ്പോൾ നമുക്ക് പറയാറായിട്ടില്ല. പക്ഷേ പാലക്കാട് ജില്ലയിലും കോഴിക്കോടും മലപ്പുറവും ഒക്കെ തന്നെ നിപ്പയുടെ വലിയ ജാഗ്രത തന്നെയാണ് തുടരുന്നത്. നിപ്പ രോഗത്തിൻ്റെ ആശങ്കകളാണ് പ്രേക്ഷകരും പങ്കുവെക്കുന്നത്. മോഹൻദാസ്, അതുപോലെ തന്നെ രാജേഷ്, ഉഷാ നെല്ലൂർ തുടങ്ങിയവരൊക്കെ നിപ്പ രോഗത്തെപ്പറ്റി ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പഴവർഗ്ഗങ്ങൾ ആയാലും ഒക്കെ തന്നെ ഭക്ഷിക്കുമ്പോൾ അത് നല്ല നിലയിൽ കഴുകിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള കാര്യം പ്രാഥമികമായി നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ജാഗ്രത ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് വരാം. കേരള സർവകലാശാല വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാറിനെ സംരക്ഷിക്കാനുള്ള നീക്കവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. യൂണിവേഴ്സിറ്റിയിലെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയമാണ് യോഗത്തിൽ ചർച്ചയാവുക. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടിയന്തര യോഗം വിളിക്കാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിൻ്റെ ജോലി തടസ്സപ്പെടുത്തുന്ന ഇടത് യൂണിയൻ്റെ നിലപാടും ചർച്ചയാകും. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും S. ശാലിനി ചേരുന്നു. ശാലിനി, നമസ്തേ. സർവകലാശാലയിൽ കുറേ ദിനങ്ങളായി സംഘർഷഭരിതമായ ദിനങ്ങളാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, അവിടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതു മുതൽ വിവിധ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. നിലവിൽ താൽക്കാലിക VC ആയിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ സിസ തോമസിനെ ജോലി ചെയ്യാൻ പോലും അനുവദിക്കാത്ത ഇടത് യൂണിയൻ്റെ സമീപനം അറിയാം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യപ്രകാരം ഇന്ന് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ഹൈക്കോടതി സ്റ്റേ നൽകണമെന്നുള്ള ആവശ്യം കോടതി അംഗീകരിച്ചില്ല. വൈസ് ചാൻസലറുടെ നടപടി ശരിവെക്കുകയാണ് ചെയ്തത്. ആ കേസ് നാളെ വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം, അതിൻ്റെ പ്രാധാന്യം, അത് ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ യോഗം പുരോഗമിക്കുക, അതിൻ്റെ അജണ്ടകൾ എന്തെല്ലാമാണ്? ശാലിനി. വിനോദ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു നിർണായക സിൻഡിക്കേറ്റ് യോഗം, അല്ലെങ്കിൽ ഒരു അടിയന്തര യോഗമാണ് ഇന്ന് കേരള സർവകലാശാലയിൽ നടക്കാൻ പോകുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെയാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. ഇടത് സംഘടനകൾക്കപ്പുറത്ത് ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി ഇന്നൊരു അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വേണം. കാരണം 5 ദിവസത്തെ അവധിക്ക് മുൻ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ പോയപ്പോൾ അവിടേക്ക് പകരം
ഒരു വനിത എത്തിയപ്പോൾ ആ വനിതയെ ഓഫീസിലേക്ക് കടക്കാനടക്കം സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. SFI ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി താൽക്കാലിക വിസിക്ക് നേരെ എത്തുന്ന സാഹചര്യം. ഇതൊക്കെ ചർച്ച ചെയ്യണം സിൻഡിക്കേറ്റ് കൂടി എന്നുള്ളതാണ് ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതടക്കമുള്ള കാര്യങ്ങൾ അജണ്ടയായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. ഇതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ഭൂരിപക്ഷം ഇടത് സംഘടനാ പ്രതിനിധികൾക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ആ യോഗം നിർണായകമാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെയാണ് KS അനിൽകുമാർ രജിസ്ട്രാറുടെ കേസ്, അതുമായി ബന്ധപ്പെട്ട ഹർജി നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നിർത്തിവെക്കണം, റദ്ദ് ചെയ്യണമെന്നൊക്കെയാണ് KS അനിൽകുമാറിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇടത് സംഘടനകളും അത്തരത്തിലൊരു അഭിപ്രായവും ഒപ്പം അത്തരത്തിലൊരു നിലപാടുമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുമുള്ളത്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. കൂടാതെ തന്നെ VC അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. ആ അന്വേഷണം നടത്തേണ്ടത് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. അന്വേഷണം ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതടക്കമുള്ള അതിൻ്റെ അപ്ഡേഷനുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്യും. പിന്നീട് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചർച്ച ചെയ്ത ശേഷം എന്ത് നിലപാട് ഇനി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അറിയിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും നാളെ ഈ സിൻഡിക്കേറ്റിൻ്റെ അന്വേഷണവും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും കോടതിയിലേക്ക് എത്തുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കോടതി ഈ വിഷയത്തിലൊരു നിർണായക നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത്. KS അനിൽകുമാറിൻ്റെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭാരതാംബയെ അപമാനിച്ചതിലടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള നിരീക്ഷണവും വിമർശനവും ഉയർന്നിട്ടുള്ളത്. ഭാരതാംബയെ ഭാരതത്തിൻ്റെ മാതാവെന്ന് പറഞ്ഞ് കണക്കാക്കപ്പെടുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭാരതാംബയെ ഒരു സ്ത്രീ എന്ന രീതിയിലൊക്കെ അധിക്ഷേപിക്കുന്ന പ്രയോഗങ്ങൾ KS അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം തന്നെ ചാൻസലർ കൂടിയായ ഗവർണർ എത്തിയ പരിപാടി അത് മനഃപൂർവ്വമായി അലങ്കോലപ്പെടുത്താനും അവിടെ എത്തിയ ആളുകൾക്ക് ഒപ്പം പ്രതിഷേധക്കാർക്കൊപ്പം നിന്നുകൊണ്ട് അതിൻ്റെ ഭാഗമാകാനൊക്കെ രജിസ്ട്രാർ കാണിച്ചിട്ടുള്ള നടപടി അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ എന്ത് നിലപാട് നാളെ ഇനി കോടതിയിൽ സ്വീകരിക്കണം, ഏത് തരത്തിലുള്ള റിപ്പോർട്ട് കോടതിയിലേക്ക് നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം പരിശോധിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏത് സാഹചര്യത്തിലും KS അനിൽകുമാറിനെ അനുകൂലിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാടും നിർണായകമാണ്. അവർ ഏത് തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ സിസ തോമസും ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളതാണ്. ഇനി 2 ദിവസം മാത്രമാണ് താൽക്കാലിക VCയുടെ ചുമതലയിൽ സിസ തോമസ് ഉള്ളത്. അതിനുശേഷം റഷ്യയിലേക്ക് പോയ മുൻ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ തിരികെ എത്തും. അപ്പോൾ കോടതിയിൽ കയറിയിട്ടുള്ള സംഘർഷഭരിതമായ ഒരു വിഷയം, ആ വിഷയത്തിൽ നിർണായക നിലപാടുകൾ സ്വീകരിക്കാൻ, നിർണായകമായി ചർച്ചകൾ നടത്താനാണ് ഇന്നത്തെ ഈ യോഗം ചേരുന്നത്. പ്രധാനമായും മുൻ VC മോഹൻ കുന്നുമേൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് VC അടക്കമുള്ളവർ, താൽക്കാലിക VC അടക്കമുള്ളവർ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അറിയിക്കും. നമ്മൾ പറഞ്ഞതുപോലെ 1977 സർവകലാശാല നിയമം പ്രകാരം അടിയന്തരമായി VC ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രജിസ്ട്രാർ അടക്കമുള്ളവർക്കെതിരെ ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടി, നിയമ നടപടികളുമൊക്കെ വകുപ്പ് തല നടപടികളുമൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ അത് പിന്നീട് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ അത് ആ സിൻഡിക്കേറ്റ് അംഗങ്ങളെയും സിൻഡിക്കേറ്റിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നിലപാട് സിസ തോമസ് ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. അതിനെ ഏത് തരത്തിലായിരിക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾ നോക്കിക്കാണുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നോക്കിക്കാണുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഗവർണർ നിയോഗിച്ചിട്ടുള്ള, നോമിനേറ്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സസ്പെൻഷൻ അനുകൂലമായി, VCക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ച് ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കലുഷിതമായ രീതിയിൽ തന്നെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് കേരള സർവകലാശാല ആസ്ഥാനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നു പോകുന്നത്. അതിനൊരു ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തോടു കൂടി ഉണ്ടാകുമോ എന്നുള്ളത് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഏറെ നിർണായകമായ രീതിയിൽ നാളെ ഈ രജിസ്ട്രാറുടെ കേസ് കോടതി പരിഗണിക്കാനിരിക്കുന്ന സമയത്ത് തന്നെയാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇന്ന് അവധിയായിട്ട് പോലും തലസ്ഥാനത്ത് ചേരുകയും ചെയ്യുന്നത്. വിനോദ്, ശാലിനി, അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ മറ്റൊരു വിഷയം കൂടി ഉയർന്നു വരാൻ സാധ്യതയുണ്ടല്ലോ. ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ടും പിറ്റേ ദിവസം മുതൽ തന്നെ അദ്ദേഹം സർവകലാശാലയിലെത്തുകയാണ്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണ, SFI, DYFI തുടങ്ങിയ ഇടത് സംഘടനകളുടെ പിന്തുണയോടെ വൈസ് ചാൻസലറുടെ ഉത്തരവിനെ മറികടന്ന് അദ്ദേഹം ജോലിക്ക് ഹാജരാവുകയാണ്. അതുമാത്രമല്ല, നിലവിലുള്ള താൽക്കാലിക VC എല്ലാ ഫയലുകളും രജിസ്ട്രാർ വഴി നീക്കണം എന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്നലെ വൈസ് ചാൻസലറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സർവകലാശാല ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള നീക്കങ്ങളാണല്ലോ ഇതൊക്കെ. ശാലിനി,
വിനോദം അതുതന്നെയാണ്. ഈ വാദി പ്രതിയാകുന്ന സാഹചര്യമാണ് പല ഘട്ടങ്ങളിലും കേരള സർവകലാശാലയിൽ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ VC-യുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന നടപടി ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് VC ഡോക്ടർ മോഹൻ കുന്നുമ്പിൽ അവധിയിൽ പോവുകയും 5 ദിവസത്തെ താൽക്കാലിക VC ആയി സിസ തോമസ് ആ കസേരയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ കണ്ടത്, അതായത് സിസ തോമസ് ചുമതല ഏറ്റെടുക്കാൻ അവിടെ വരുന്ന ദിവസം നമ്മൾ കണ്ടത് രജിസ്ട്രാർ അവിടേക്ക് എത്തുന്നു. അതായത് സസ്പെൻഷൻ നടപടി നേരിട്ട ഉത്തരവ് ഇറക്കിയിട്ടുള്ള അതേ രജിസ്ട്രാർ തന്നെ അവിടേക്ക് എത്തുകയാണ്. അതിന് പിന്തുണയുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഷിജു ഖാൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെയുണ്ട്. ഭരണഘടനയുടെ ആമുഖം നൽകിക്കൊണ്ട് സർവകലാശാലയ്ക്കുള്ളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. എനിക്കിവിടെ എന്തുമാകാം, എനിക്കൊപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട് അല്ലെങ്കിൽ ഇടത് സർക്കാർ ഉണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്ന രീതിയിലുള്ള ഭാഷയിൽ, ശരീരഭാഷയിൽ തന്നെയാണ് രജിസ്ട്രാർ അന്ന് സർവകലാശാല ആസ്ഥാനത്ത് കൂടി നടക്കുകയും അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലെത്തുകയും അവിടുത്തെ ഭരണകാര്യങ്ങളിലും ചില ഇടത് സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരുടെ പിൻബലത്തിൽ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ രജിസ്ട്രാർ എത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ VC അവിടേക്ക് എത്തിയപ്പോൾ സമരം കലുഷിതമായൊരു അന്തരീക്ഷത്തിലൂടെ പ്രധാന കവാടത്തിലൂടെ പോലും VC-ക്ക് ആ പ്രധാന ചുമതല ഏറ്റെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അതിനുശേഷവും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫയലുകളടക്കം നീക്കം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് നീക്കുന്നത് പ്രത്യേകമായി രജിസ്ട്രാർ അറിഞ്ഞുകൊണ്ട് തന്നെ ആകണമെന്നുള്ള ഒരു തീരുമാനം സിൻഡിക്കേറ്റിലെ ചില ഇടത് സംഘടനാ പ്രതിനിധികൾ സ്വീകരിക്കുന്നു. അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് എത്തുന്നു. SFI അടക്കമുള്ള പ്രവർത്തകർ, അവിടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കമുള്ളവർ VC-യെ ഇന്നലെയും അവിടെ തടയുന്ന ഒരു സാഹചര്യം. പല സെക്ഷനുകളിലേക്കും VC എത്തുമ്പോൾ അതൊന്നും പറ്റില്ല, അവിടെ ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ ഒരു തിട്ടൂരം സ്വീകരിക്കുന്ന നിലപാടുകൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. മുൻപും KTU-ലൊക്കെ ഇരിക്കുന്ന സമയത്തും സിസ തോമസിനോട് കാണിച്ച അതേ നിലപാട് തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പം തന്നെ SFI പ്രതിനിധികൾ ഇവിടെയും തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ അവകാശമില്ലെന്നിരിക്കെ സസ്പെൻഷൻ നേരിടുന്ന ഒരു വ്യക്തി, അന്വേഷണം നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ സർവകലാശാലയിലെത്തി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത്. അതിനെതിരെ ഈ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏത് തരത്തിലുള്ള നിലപാടുകൾ കൂടി ഇന്നത്തെ ഈ യോഗത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിർണായകമായ കേസ് നാളെ കോടതിയിലേക്ക് എത്തുന്നതാണ്. ആ കേസിൽ നാളെ വിധി അടക്കം വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ ഇന്ന് സിൻഡിക്കേറ്റിൽ ഉണ്ടാകും, അതിൽ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള പ്രതിനിധികൾ എന്ത് നിലപാട് സ്വീകരിക്കും, VC എന്ത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും രാവിലെ 11:00 കൂടിയാണ് നിർണായകമായിട്ടുള്ള സിൻഡിക്കേറ്റ് യോഗം കേരള സർവകലാശാലയിൽ ചേരാൻ പോകുന്നത്. അതെ, ഇന്ന് നിർണായകമായ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം കേരള സർവകലാശാലയിൽ രാവിലെ 11:30 കൂടി ചേരുന്നു. അതിൻ്റെ വാർത്തകളും നമ്മൾ നൽകുന്നുണ്ടാകും. എന്തായാലും വലിയ വിഷയം തന്നെയാണ് കേരള സർവകലാശാലയിൽ നടക്കുന്നത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടിയന്തര യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടത്. താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് അതിന് പ്രകാരം ഇന്ന് യോഗം വിളിക്കുകയാണ്. 11:30-ക്കാണ് യോഗം ചേരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും S. ശാലിനി. സമാനമായ അവസ്ഥ മറ്റ് സർവകലാശാലകളിലുമുണ്ട്. നമുക്ക് കാലടി സർവകലാശാലയുടെ വാർത്തയിലേക്ക് വരാം. കാലടി ശ്രീശങ്കര സർവകലാശാലയിൽ സമരം ഒത്തുതീർക്കാനുള്ള ശ്രമവുമായി വൈസ് ചാൻസലർ സമരക്കാരുമായി ഇന്ന് ചർച്ച നടത്തും. സമരക്കാരുടെ പരാതികൾ വിശദമായി പരിശോധിക്കുമെന്ന് സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. സമരം നടത്തുന്ന SFI-യെ ചർച്ചയ്ക്ക് വിളിച്ചത് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഫലമാണെന്നും സൂചനയുണ്ട്. അച്ചടക്കത്തിനായി ആവിഷ്കരിച്ച പുതിയ പരിഷ്കാരം മാറ്റില്ല എന്നായിരുന്നു സർവകലാശാലയുടെ മുൻ നിലപാട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ കൊടുങ്ങൂർ, നമസ്തേ. കാലടി സർവകലാശാലയിൽ കടുത്ത അച്ചടക്ക നടപടികൾ സ്വീകരിക്കും അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് സർവകലാശാല മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇതിനെതിരെ SFI ശക്തമായ സമരവുമായി രംഗത്തുണ്ട്. എന്തായാലും SFI-യെ ചർച്ചയ്ക്ക് വേണ്ടി സർവകലാശാല ക്ഷണിക്കുന്നു. അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് എന്നുള്ള ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അരുൺ കൊടുങ്ങൂർ. വിനോദ, നാളെ രാവിലെ 9:30-യോടെയാണ് ഈ സമരം ചെയ്യുന്ന SFI വിദ്യാർത്ഥികളെ ഈ ചർച്ചയ്ക്കായി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ അധികൃതർ വിളിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് സർവകലാശാല കടന്നു പോകുന്നത്. അതിൽ ഒന്ന്, ഈ ലഹരി മാഫിയ അതിശക്തമായി ഈ ക്യാമ്പസിനുള്ളിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അച്ചടക്കമില്ലായ്മ അതൊരു വലിയ പ്രശ്നമായി, പ്രതിസന്ധിയായി, തടസ്സമായി, സർവകലാശാലയ്ക്ക് കളങ്കമായി തന്നെ നിലനിൽക്കും.
നിൽക്കുന്നു. അങ്ങനെ പരാതികൾ വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഒരു അടിയന്തര ഇടപെടൽ എന്ന രീതിയിൽ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ ഒരു റിപ്പോർട്ടിന്മേൽ ജൂലൈ 1 മുതൽ പുതിയ നിയന്ത്രണം കാലടി സർവകലാശാലയിൽ കൊണ്ടുവന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ രാത്രി 9:30-ക്ക് ശേഷം ഒരു തരത്തിലും ക്യാമ്പസിലെ ഹോസ്റ്റലിലേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു നിർദ്ദേശം ക്യാമ്പസിനുള്ളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം കടത്തിവിടുന്ന രീതിയിലേക്ക് വരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം 5 മണിക്ക് ശേഷം ഈ ക്ലാസ് റൂമുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ 3 നിർദ്ദേശങ്ങളാണ് ഏറ്റവും പ്രധാനമായി സർവകലാശാല നടത്തി വന്നത്. പക്ഷേ ഇതിനെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമായിരുന്നു, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ഇതിനൊടുവിലാണ് സർവകലാശാല നിലപാടെടുത്തത്. എത്ര തന്നെ പ്രതിഷേധം ഉണ്ടായാലും അതിൽ നിന്നും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന ഉറച്ച നിലപാടായിരുന്നു സർവകലാശാല കഴിഞ്ഞ ദിവസം വരെ എടുത്തിരുന്നത്. പക്ഷേ അതിൽ നിന്നും സർവകലാശാലയ്ക്ക് പിന്നോട്ട് പോകേണ്ടി വരുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് രാഷ്ട്രീയമായുള്ള സമ്മർദ്ദം അതുതന്നെയാണ് ഈ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നതിനുള്ള കാരണമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയായിരിക്കുന്നത്. സർവകലാശാലയെ സംബന്ധിച്ചോളം അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ ആരോപണങ്ങൾ, വലിയ പരാതികളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിലുള്ള വലിയ വിഷയം നടക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളുമായി, ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുന്ന എന്തിനെന്ന് ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും നാളെ രാവിലെ 9:30-യോടെയാണ് ചർച്ച നടക്കുക. ഈ ചർച്ചയിൽ വിദ്യാർത്ഥികൾ സമരക്കാർ നൽകിയ പരാതികൾ കൃത്യമായി തന്നെ പരിശോധിക്കുമെന്നാണ് സർവകലാശാല അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നത്. വിനോദ്, അതെ, കാലടി സർവകലാശാലയിൽ കർശനമായ നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ചും ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കാണ് സർവകലാശാല പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ SFI അതിനെ എതിർക്കുകയാണ്. എന്തായാലും SFI നേതാക്കളുമായി നാളെ സർവകലാശാല ചർച്ച തീരുമാനിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് എന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ. കാനഡയിൽ ഭാര്യയ്ക്ക് രാസവസ്തു നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വിചാരണ എറണാകുളം CBI കോടതിയിൽ ആരംഭിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് നാട്ടിലെത്തിയ ചോറ്റാനിക്കര സ്വദേശിനി ശ്രുതി ഇപ്പോഴും ചികിത്സയിലാണ്. ഡ്രെയിനേജ് പൈപ്പുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഭാര്യയുടെ വായിൽ ഒഴിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, കാനഡയിലുണ്ടായ സംഭവമാണ്, ഭാര്യയെ കൊലപ്പെടുത്താനുള്ള ശ്രമം. ഈ യുവതി ഇപ്പോൾ നാട്ടിൽ ചികിത്സയിലാണ്. കേസ് എറണാകുളം CBI കോടതിയുടെ പരിഗണനയിലാണ്. കൂടുതൽ വിവരങ്ങൾ നിഷ ദിലീപ്. വിനോദ്, ചോറ്റാനിക്കര സ്വദേശിയായ ശ്രുതിയാണ് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത്. ശ്രുതിയുടെ ഭർത്താവ് കൊടുങ്ങല്ലൂർ സ്വദേശി ശ്രീകാന്ത് മേനോനും മാതാപിതാക്കളുമാണ് ഈ കേസിലെ പ്രതികൾ. 2022 CBI എറണാകുളം CJM കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിന്റെ വിചാരണയാണ് CBI കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നത്. 2018 ശ്രുതിയുടെയും ശ്രീകാന്തിന്റെയും വിവാഹം. ശ്രുതി ചോറ്റാനിക്കര സ്വദേശിയും ശ്രീകാന്ത് കൊടുങ്ങല്ലൂർ സ്വദേശിയുമായിരുന്നു. 2018 ഇവരുടെ വിവാഹം. 2020 ശ്രുതി ശ്രീകാന്തിനൊപ്പം കാനഡയിലേക്ക് പോയി. അവിടെ വെച്ച് ശ്രുതിക്ക് ഭർത്താവിൽ നിന്നും ഗുരുതരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്. ഡ്രെയിനേജ് പൈപ്പിലെ മാലിന്യം കളയാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ശ്രീകാന്ത് ശ്രുതിയുടെ വായിൽ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ചോറ്റാനിക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഹൈക്കോടതി കേസ് ഏറ്റെടുക്കാൻ CBIക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. എന്തായാലും കാനഡയിൽ വെച്ച് തനിക്ക് ഗുരുതരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ലഹരിക്കടിമയായ ഭർത്താവ് ശ്രീകാന്ത് മേനോൻ തന്നെ ഇത്തരത്തിൽ ഡ്രെയിനേജ് പൈപ്പുകളിലെ മാലിന്യം കളയാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കുടിപ്പിച്ച് വായിലൊഴിച്ച് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ശ്രുതി ചോറ്റാനിക്കര പോലീസിന് എഴുതി നൽകുകയായിരുന്നു. ഇപ്പോഴും ശ്രുതി അന്ന് ആ ഒരു സംഭവത്തിൽ ആ രാസവസ്തു കുടിച്ചതിനെ തുടർന്ന് ശ്രുതിയുടെ അന്നനാളവും അന്നനാളവും ഒക്കെ തന്നെ കരിഞ്ഞു പോയിരുന്നു. ഇപ്പോഴും അതൊന്നും പൂർണ്ണമായും ശ്രുതി അതിൽ നിന്നും മുക്തയായിട്ടില്ല. ഇപ്പോഴും സംസാര ശേഷിയൊന്നും പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ല. അങ്ങനെ ശ്രുതി തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂര പീഡനങ്ങളൊക്കെ ചോറ്റാനിക്കര പോലീസിന് എഴുതി നൽകി. എന്തായാലും ഈ കേസിന്റെ വിചാരണയാണ് എറണാകുളം CBI കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് കേസെടുത്ത് അതിനുശേഷം കാനഡയിലേക്ക് കടക്കാൻ ശ്രമിച്ച ശ്രീകാന്ത് മേനോനെ വിമാനത്തിൽ വെച്ചാണ് CBI അറസ്റ്റ് ചെയ്യുന്നത്. വിനോദ്.
അതെ, കാനഡയിലാണ് ഇത്തരത്തിൽ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഇപ്പോൾ എറണാകുളം CBI കോടതിയുടെ പരിഗണനയിലുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തിയിട്ടുണ്ട്. പ്രതിഷേധം ഭയന്ന് അതിരാവിലെ തന്നെ മന്ത്രി തലയോലപ്പറമ്പിലെ വീട്ടിലെത്തുകയായിരുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രി തലയോലപ്പറമ്പിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിടം വീണ് മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ബന്ധുക്കളെ, അച്ഛനെയും അമ്മയെയും ഒക്കെ ആശ്വസിപ്പിക്കാൻ മന്ത്രി എത്തിയിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും എല്ലാവരെയും ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രതിഷേധമെല്ലാം ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് 7:30 മന്ത്രി വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ദാരുണമായി മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തിയത്. തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിയ ബന്ധുക്കളെ കണ്ട് ഉടൻ തന്നെ മടങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സർക്കാർ പ്രതിനിധികൾ ആരും ബന്ധുക്കളെ കണ്ടില്ലെന്നും അവരെ അവഗണിച്ചുവെന്നും ബന്ധുക്കളെല്ലാം രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള വിമർശനം, പ്രതിഷേധം വ്യാപകമായി കേരളത്തിലെമ്പാടും ഉയരുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രി VN വാസവൻ എത്തി മടങ്ങിയത്. പക്ഷേ VN വാസവൻ എത്തിയപ്പോഴും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിരാവിലെ മന്ത്രി വീണ ജോർജ് എത്തി മടങ്ങിയിരിക്കുകയാണ്. സർക്കാർ ഒപ്പമുണ്ടെന്ന് വീണ ജോർജ് ഭർത്താവ്, അതായത് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനോട് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ഉണ്ടാവും, തങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നു. മകന്റെ ജോലിയും മകളുടെ ചികിത്സയും സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്നു. അതുമായിട്ടുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി തന്നെ വൈകാതെ തന്നെ നടത്തുമെന്ന് വീണ ജോർജ് ബന്ധുക്കളെ അറിയിച്ചു. ഇക്കാര്യം ഒപ്പം തന്നെ ചികിത്സയുടെ ഭാഗമായി കഴിയുന്ന മകൾ നവമി കഴിയുന്ന തൊട്ടടുത്ത വീട്ടിലെത്തിയും നവമിയുമായും കണ്ട് വീണ ജോർജ് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് കാര്യങ്ങളാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ഇത് സംബന്ധിച്ച് വീണ ജോർജിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ജോലി ആയി ബന്ധപ്പെട്ട കാര്യമാണ്. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ മന്ത്രിയോട് നേരിട്ട് പറഞ്ഞു, മെഡിക്കൽ കോളേജിലെ ജോലി വേണ്ട, കാരണം അമ്മ മരിച്ച സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാൻ മകന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടുള്ള ജോലി ആയിട്ട് വരരുത്, താൽക്കാലികമായിട്ടുള്ള ജോലി വേണ്ട, സ്ഥിര ജോലി ലഭിക്കണം. ഒപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലല്ലാതെ മറ്റേതെങ്കിലും ഇടത്ത് സർക്കാർ ജോലി ലഭ്യമാക്കണമെന്നാണ് ഇപ്പോൾ വിശ്രുതൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം പരിഗണിക്കുമെന്ന് തന്നെ വീണ ജോർജ് വിശ്രുതന്, ഈ ഭർത്താവിന് ഉറപ്പ് നൽകിയിട്ടാണ് മടങ്ങിയത്. ഇവരുടെ അമ്മയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം തന്നെ തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കേട്ടു. വിശ്രുതൻ പറയുന്നത് വൈകിയതിൽ ഇപ്പോൾ പരിഭവമില്ല, നേരത്തെ വരുമെന്ന് അറിയിച്ചിരുന്നു, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് വൈകിയത് എന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു വിമർശനം ഇപ്പോൾ ബന്ധുക്കൾക്കില്ല എന്ന് ഇപ്പോൾ വിശ്രുതൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 15 മിനിറ്റിൽ കൂടുതൽ സമയം വീണ ജോർജ് അവിടെ ചിലവഴിച്ചിട്ടില്ല. എത്തിയ ഉടനെ തന്നെ ഈ രണ്ട് വീടുകൾ, തൊട്ടടുത്ത 2 വീടുകളിലാണ് ബന്ധുക്കളും ചികിത്സയിലിരിക്കുന്ന മകളും കഴിയുന്നത്. ഇവർ രണ്ടിടത്തും എത്തി ഉടൻ തന്നെ കണ്ട് മടങ്ങുകയാണ് ചെയ്തത്. അതെ, മരിച്ച ശേഷമോ അല്ലെങ്കിൽ മരണത്തെ സംസ്കാര ചടങ്ങിലോ ഒന്നും പങ്കെടുക്കാതിരുന്ന ആരോഗ്യമന്ത്രി വളരെ പെട്ടെന്നാണ് ഇന്ന് രാവിലെ കോട്ടയത്തെ വീട്ടിലെത്തിയത്. രാവിലെ തന്നെ ബന്ധുക്കളെ കണ്ടു മടങ്ങുകയും ചെയ്തു. എന്തായാലും മരിച്ച ബിന്ദുവിൻ്റെ മകൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ആ മകന് താൽക്കാലിക ജോലി കൊടുക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അച്ഛനും അമ്മയും പറയുന്നത് അവർക്ക് സ്ഥിര ജോലി നൽകണം. അതേപോലെ തന്നെ ബിന്ദു മരിച്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി നൽകാതെ മറ്റ് ആശുപത്രിയിൽ എവിടെയെങ്കിലും ജോലി നൽകണം. കാരണം അമ്മ മരിച്ച ആ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിന് മാനസികമായി ആ മകന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവർ മന്ത്രിയെ അറിയിച്ചത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കാം എന്ന് പറഞ്ഞാണ് മന്ത്രി മടങ്ങിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്തു നിന്നും മിഥുൻ അയ്യപ്പൻ. ദിവസങ്ങൾക്ക് ശേഷം ആരോഗ്യമന്ത്രി ആ വീട്ടിലേക്ക് വന്നത് മുഖം രക്ഷിക്കാൻ എന്നുള്ള നിലയിലാണ്. സന്ദീപ് S
പ്രതികരിച്ചിട്ടുള്ളത്. ഇങ്ങനെ പ്രേക്ഷകരും നിരവധി രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട്. പഞ്ചരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി എത്തിയത്. നരേന്ദ്രമോദിക്ക് ഭാരതീയ സമൂഹം ഊഷ്മളമായ വരവേൽപ്പ് നൽകി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ ജോസ്, നരേന്ദ്രമോദിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനം തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ബ്രസീലിലെത്തിയിരിക്കുന്നു. അവിടെ ഭാരത സമൂഹം വലിയ നിലയിൽ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഊഷ്മളമായ സ്വീകരണം തന്നെ ലഭിക്കുന്നു. കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഭാരത സമൂഹം അദ്ദേഹത്തെ വരവേറ്റത്. കൂടുതൽ വിവരങ്ങൾ ഐസൻ ജോസ്. തീർച്ചയായും വിനോദ്, ഏറെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് ഭാരതീയ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് റയോ ഡി ജനീറോയിൽ ലഭിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം. ദൃശ്യങ്ങളെല്ലാം കാണുന്നത് പോലെ ഏറ്റവും ആകർഷകമായ രീതിയിൽ, ഏറ്റവും ആഹ്ലാദകരമായ രീതിയിലാണ് മറ്റേത് രാജ്യത്തും നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് പോലെ ഇന്ത്യൻ സമൂഹം ബ്രസീലിലും അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, നാലാമത്തെ രാഷ്ട്രമാണ്. അർജന്റീനയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ബ്രസീലിലെത്തിയിരിക്കുന്നത്. ബ്രസീലിലെത്തിയിരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നതാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായാണ് അദ്ദേഹം തുടർ ചർച്ചകളും അതിന്റെ ഭാരതത്തിന്റെ നിലപാടുകൾ അറിയിക്കുകയും വലിയ രീതിയിലുള്ള നിർണായകമായ നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു ബ്രിക്സ് ഉച്ചകോടിയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, ബ്രിക്സ് അധ്യക്ഷനും അതുപോലെ തന്നെ ബ്രസീലിന്റെ പ്രസിഡന്റുമായ ലുല ഡി സിൽവ വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം തന്നെ ഒന്നിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. ഒന്നിക്കുന്നത് സ്വന്തമായ ഒരു നാണയം രൂപീകരിക്കുന്നതിനായിരിക്കണമെന്ന നിലപാട് ഇന്നലെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നിലപാടുകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണത്തെ ബ്രിക്സ് സമ്മേളനത്തിലും അത്തരത്തിലൊരു യൂണിഫൈഡ് ആയ ഒരു നാണയം ഉണ്ടാകണം, യൂറോ പോലെ എന്ന നിർദ്ദേശമെല്ലാം പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ അതിനെ അതിശക്തമായി എതിർക്കുന്ന ഒരു നിലപാട് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഏറെ നിർണായകവും സുപ്രധാനവുമാണ് ഇന്നത്തെ ഇപ്പോൾ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി എന്നത് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മഹത്തരമായ രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഇന്നലെ അർജന്റീനയിലെത്തിയ അദ്ദേഹം ഷവർ മിലിയുമായി കൂടിക്കാഴ്ച, അതായത് അർജന്റീനൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച, അതുപോലെ തന്നെ വിശദമായ ചർച്ചകളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതാണ്, മൂന്നാമത്തെ രാഷ്ട്രമാണ് അർജന്റീന എന്നത്. അർജന്റീനയ്ക്ക് മുമ്പ് അദ്ദേഹം ഘാനയിലും അതുപോലെ തന്നെ ട്രിനിഡാഡ് ടൊബാഗോ കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിലും സന്ദർശനം നടത്തിയിരുന്നു. ഈ രണ്ട് സന്ദർശനങ്ങൾക്കും പിന്നാലെയാണ് അർജന്റീനയിലെത്തിയത്. അവിടെ നിന്നാണ് ഇപ്പോൾ ബ്രസീലിലെത്തിയിരിക്കുന്നത്. അടുത്ത ദിവസം, അതായത് ബ്രസീലിലെ സമ്മേളനത്തിന് ശേഷം നമീബിയ കൂടി സന്ദർശിച്ചായിരിക്കും അദ്ദേഹം ഭാരതത്തിൽ എത്തുക എന്നതാണ് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം. നമുക്കറിയാവുന്നതാണ്, ഈ 5 രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുക, അതുപോലെ തന്നെ ബ്രിക്സ് പോലുള്ള രാജ്യങ്ങളെ ശാക്തീകരിക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ കൃത്യമായി ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് മൂന്നാം ലോക രാഷ്ട്രങ്ങളെ നേതൃനിരയിൽ നയിക്കുക എന്ന കൃത്യമായ നീക്കം തന്നെ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു, അതിന് നേതൃത്വം നൽകുന്നു. തീർച്ചയായും ഭാരതം ഒരു ഒന്നാം സാമ്പത്തിക ശക്തിയായി വളരുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു. 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇപ്പോൾ എത്തി എന്ന IMF ഉൾപ്പെടെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ശക്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയായി ഭാരതം വളരുന്നു. അതിന്റെ GDP ലോകത്തിൽ ഏറ്റവും വലിയ രീതിയിൽ വളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായി നേതൃത്വം നൽകാൻ ഭാരതത്തിന് സാധിക്കുന്നുണ്ട് എന്നത്, സാമ്പത്തിക രംഗത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഭീകരവാദ വിരുദ്ധ നിലപാടുകൾ, പഹൽഗാം ആക്രമണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ശക്തമായ നിലപാടുകൾ ഉന്നയിക്കുന്ന ഒരു സമ്മേളനം കൂടിയായിരിക്കും ബ്രിക്സിൽ ഇത്തവണ ഉണ്ടാകുക എന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. വിനോദ്. അതെ, ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള പഞ്ചരാഷ്ട്ര സന്ദർശനം ആണ് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീലിൽ ഇന്നലെ വൈകിയെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ഭാരതീയ സമൂഹം അവിടെ ഒരുക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്. ഐസൺ, തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈലോൺ മസ്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു. ദി അമേരിക്ക പാർട്ടി എന്ന രാഷ്ട്രീയ സംഘടനയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവാദമായ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ ട്രംപ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് പാർട്ടി പ്രഖ്യാപനം. അമേരിക്കയുടെ സ്വാതന്ത്ര്യം തിരികെ നൽകുന്നതിനാണ് പുതിയ പാർട്ടി എന്നാണ് മസ്ക് പറയുന്നത്. ഐസൺ, ട്രംപിൻ്റെ വലിയ എതിർപ്പിനെ മറികടന്നാണ് ഈലോൺ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്.
തീർച്ചയായും വിനോദ്, ട്രംപിന്റെ വലിയ എതിർപ്പ് എന്നതിനപ്പുറം ട്രംപിന്റെ നയത്തോട് കൃത്യമായ ഒരു വിയോജിപ്പും കൂടി രേഖപ്പെടുത്തിയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പദവി പോലും രാജിവെച്ചത്. നമുക്കറിയാവുന്നതാണ്, ഡോജിന്റെ മേധാവി സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു നിലപാടുകൾ വ്യക്തമാക്കിയത്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഇന്നലെ ട്രംപ് ഒപ്പുവെക്കുകയും നടപ്പിലാവുകയും ചെയ്ത ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പരാമർശിക്കപ്പെടുന്ന നികുതി കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കടപരിധി വർദ്ധിപ്പിക്കുന്നതിന് $5 ട്രില്യൺ കടപരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ബില്ല് കൂടിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രണ്ട് സഭകളും പാസാക്കിയത്. അതായത് അമേരിക്കൻ കോൺഗ്രസിലെ സെനറ്റും അതുപോലെ തന്നെ ജനപ്രതിനിധി സഭയും പാസാക്കുകയും ഇന്നലെ അത് ട്രംപ് ഒപ്പുവെക്കുകയും ഈ കഴിഞ്ഞ ദിവസം അത് ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു. ഈ ഒപ്പുവെച്ചതോടുകൂടി ഈ ബിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു. അത് വലിയ കടക്കണിയിലേക്ക് അമേരിക്കയെ നയിക്കും, വലിയ ബാധ്യതയിലേക്ക് നയിക്കുമെന്നൊരു നിലപാടാണ് നേരത്തെ ഇലോൺ മസ്ക് മുന്നോട്ട് വെച്ചത്. ട്രംപ് അധികാരത്തിലെത്തിയ നിമിഷം തന്നെ ഇലോൺ മസ്കിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, അതായത് സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിന്റെ ഒരു പ്രത്യേക വകുപ്പുണ്ടാക്കി ആ വകുപ്പിന്റെ മേധാവിയായി നിയമിക്കുകയും ചെയ്തിരുന്നു. ആ നിയമനമാണ് ഏതാണ്ട് 6 മാസമാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചൊഴിയുകയും ഈ ബില്ലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു, ഈ ബില്ലുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കടുത്ത നടപടികളും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളും നടത്തുമെന്നും അറിയിച്ചിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കാനുള്ള ഒരു നീക്കമാണ് ഇലോൺ മസ്ക് നടത്തുന്നതെങ്കിൽ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്ന് കൃത്യമായി ട്രംപ് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നും പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് അറിയിച്ചത്. ദി അമേരിക്ക പാർട്ടി എന്ന പുതിയ പാർട്ടി രൂപീകരിക്കും. ആ രൂപീകരിക്കുന്ന പാർട്ടി അമേരിക്കയെ തീർച്ചയായും അമേരിക്കയുടെ സ്വാതന്ത്ര്യം തിരിച്ചു നൽകുന്നതിനായിരിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ രണ്ട് പാർട്ടികളും, ഡെമോക്രാറ്റുകളും അതുപോലെ തന്നെ റിപ്പബ്ലിക്കുകളും കൃത്യമായ ഇടപെടൽ നടത്തുന്നത് ഒരേ ആശയത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ആശയങ്ങൾക്ക് വിരുദ്ധമായ രണ്ടാമത്തെ പാർട്ടി എന്നാണ് സ്വയം അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു സിംഗിൾ പാർട്ടിയാണ് ഈ രണ്ടും, ഒരേ ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത്തെ പാർട്ടി എന്ന രീതിയിലാണ് തങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവുക എന്നൊക്കെയാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ട്വീറ്റ് ചെയ്യുകയും പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അതിനു മുമ്പ് ചില അഭിപ്രായ വോട്ടെടുപ്പ് പോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം നടത്തി അതിൽ 65% വോട്ട് നേടി എന്ന വിവരങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ഈ സംഭവ വികാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തുന്നതിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ഇക്കാര്യം ആരായുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല എങ്കിൽ കൂടി സൗത്ത് ആഫ്രിക്കയിലാണ് ഇലോൺ മസ്ക് ജനിച്ചത്. അദ്ദേഹം അമേരിക്കൻ പൗരനായിട്ട് വർഷങ്ങളെ ആകുന്നുള്ളൂ, 20 വർഷത്തിലേറെ ആകുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ നാട് കടത്തുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൗരത്വം റദ്ദാക്കുമോ എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുകയും അതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്, പരിശോധിക്കേണ്ട കാര്യമാണ് എന്നൊരു നിലപാട് പറഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു മറുപടി പറഞ്ഞാണ് ട്രംപ് ഒഴിഞ്ഞു മാറുകയും ചെയ്തത്. ഏത് രീതിയിലാണ് ഇനി ഇലോൺ മസ്കിന് നേരെയുള്ള നടപടികൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മറ്റൊരു സുപ്രധാന ഘടകം നേരത്തെ സംഭവിച്ചത്, വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഈ ഡോജിനോട് തന്നെ, നേരത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന സംവിധാനത്തോട് തന്നെ ഇലോൺ മസ്കിന്റെ സ്ഥാപനങ്ങൾക്ക്, അതായത് സ്പേസ് എക്സും അതുപോലെ സ്റ്റാർലിങ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായുള്ള കോൺട്രാക്റ്റുകൾ, അതുപോലെ ടെസ്ല എന്ന് പറയുന്ന കമ്പനിക്ക് നൽകുന്ന സബ്സിഡികൾ, ഇലക്ട്രിക് കാർ നിർമ്മാണ യൂണിറ്റുകളായതുകൊണ്ട് അതിന് നൽകുന്ന സബ്സിഡികൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുനഃപരിശോധിക്കണമെന്ന് ഡോജിനോട് തന്നെ രാഷ്ട്രീയ പാർട്ടി ഇലോൺ മസ്ക് രൂപീകരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഐസൻ ജോസ് തുടരുന്നു. ഐസൻ, നമ്മുടെ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്, ശശി അതേപോലെ തന്നെ രാജേഷ്, രാജൻ തുടങ്ങിയ പ്രേക്ഷകരും ഒക്കെ TPJ തുടങ്ങിയ പ്രേക്ഷകർ അമേരിക്കയിലെ പ്രളയത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 51ആയി. ഇതിൽ 15 കുട്ടികൾ ഉൾപ്പെടുന്നു. 850ഓളം പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിക്കുന്നു. കാണാതായവർക്ക് ഉള്ള തെരച്ചിലും തുടരുന്നുണ്ട്. വേനൽക്കാല ക്യാമ്പിൽ നിന്ന് 27ഓളം കുട്ടികളെ കാണാതായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടല്ലോ. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ ഐസൻ? സുരേഷ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച്, ഔദ്യോഗികമായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് പരിശോധിക്കുമ്പോൾ 43 പേർ മരിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇനിയും മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകളെല്ലാം തന്നെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ ഇനിയും വരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത 23-ൽ നിന്ന് 20 പേർ കൂടുതൽ മരണപ്പെട്ടതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മരണപ്പെട്ടവരിൽ 15 പേർ കുട്ടികളാണ് എന്നതാണ് ഏറെ ദുഃഖകരമായ ഒരു സത്യം എന്നതും മറ്റൊരു വസ്തുതയാണ്. മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത്, ഇന്നലെ 20ഓളം കുട്ടികളെ നേരത്തെ വിനോദ് സൂചിപ്പിച്ച സമ്മർ ക്യാമ്പിൽ നിന്നും കാണാതായിരുന്നു. ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്ന, അതായത് ടെക്സസിലെ ഗോദലോപ്പെ നദിയുടെ പരിസരത്തുണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലുള്ള ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു സമ്മർ ക്യാമ്പിൽ ഉണ്ടായിരുന്ന 700ഓളം കുട്ടികളിൽ 20 പേരെ കാണാതായി എന്നാണ് ഇന്നലെ വിവരങ്ങൾ ലഭിച്ചത്. പക്ഷേ ഇന്നത് 20-ലേറെ പേർ, അതായത് 29ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ ഇത്തരത്തിൽ കാണാതായവരുടെ എണ്ണവും അതുപോലെ തന്നെ
മറ്റു രീതിയിലുള്ള നാശനഷ്ടങ്ങളുടെ കണക്കുകളും ഓരോന്നോരോന്നായി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ആ വേളയിൽ ഒരു അവധി ദിവസത്തിൽ നിരവധി പേർ ആ പ്രദേശത്ത് എത്തിയിരുന്നു. നമുക്ക് നേരത്തെ എല്ലാം അറിയുന്നത് പോലെ ടെക്സസിലെ ഈ പ്രദേശം ഒരു മലമ്പ്രദേശമാണ്, ഉയർന്ന പ്രദേശമാണ്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടേക്ക് നിരവധി പേർ എത്തുകയും ചെയ്തിരുന്നു. അവരുടെ കണക്കുകളെല്ലാം തന്നെ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു അപായമുണ്ടായ ഒരു സാഹചര്യമായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നദിയിലെ ജലനിരപ്പ് ഒറ്റയടിക്ക് ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ 30ഓളം അടി ഉയരുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ അത് 25 അടി 26 അടിയൊക്കെ ഉയർന്നപ്പോൾ തന്നെ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ പ്രദേശത്തെല്ലാം തന്നെ വൻതോതിൽ വെള്ളം കയറുകയും ചെയ്തു. കെട്ടിടങ്ങൾ മുങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. വലിയ രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് കുറെ കൂടി സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. വൻതോതിലുണ്ടായ ഈ പ്രളയത്തിൽ ഒരുപാട് പ്രദേശങ്ങൾ മുങ്ങുകയും അതിൽ നിന്ന് നിരവധി പേർക്ക് ഈ ജീവഹാനി സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം ശക്തമായി തുടരുന്നു. മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പാട്രിക് ഡാൻ ഉൾപ്പെടെ കാര്യമായ അമേരിക്കയിലെ ടെക്സസിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത്. മരണസംഖ്യ ഏറുകയാണ്. മരണം 50-ന് മുകളിൽ എത്തിയിരിക്കുന്നു. നിരവധി കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്. നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. സമയം 8 മണിയാകുന്നു. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ട്. ഒടുവിൽ കോട്ടയത്തെ ബിന്ദുവിന്റെ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി. പ്രതിഷേധം ഭയന്ന സന്ദർശനം അതിരാവിലെ. സർക്കാർ ഒപ്പമുണ്ടെന്ന് വീണ ജോർജ്. വിവിധ വകുപ്പുകളോട് റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. സൂപ്രണ്ടിന്റെ മൊഴിയെടുക്കും. നിപ്പ ജാഗ്രതയിൽ സംസ്ഥാനം. പാലക്കാട്ട് രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ നില ഗുരുതരം. ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സമ്പർക്ക പട്ടികയിലെ 10 വയസ്സുകാരിക്ക് രോഗലക്ഷണങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. റിയോ ഡി ജനീറോയിൽ ഊഷ്മള സ്വീകരണം. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് ഇലോൺ മസ്ക്. ദി അമേരിക്ക പാർട്ടി എന്നു പേര്. ലക്ഷ്യം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകൽ. നിലവിലെ പാർട്ടികൾ ജനങ്ങളെ വഞ്ചിക്കുന്നുവെന്നും മസ്ക്. യുഎസിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 51. മരിച്ചവരിൽ 15 കുട്ടികളും കാണാതായവരിൽ 27 കുട്ടികൾ. തെരച്ചിൽ ഊർജിതം. വിരമിച്ച ശേഷവും വേട്ടയാടി CPM. പാർട്ടി സഹയാത്രികയുടെ പെൻഷനും ആനുകൂല്യങ്ങളും തടഞ്ഞുവെച്ചു. പിന്നിൽ മുൻ MLA കോലിയക്കോട് കൃഷ്ണൻ നായരെന്ന് പ്രീത ജോൺ. പാർട്ടിയെ സമീപിച്ചിട്ടും നീതി ലഭിച്ചില്ല എന്നും ആരോപണം. ജനം ബ്രേക്കിംഗ്. ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത 2.5 കോടിയുടെ തട്ടിപ്പ്. വ്യാജ നിയമന ഉത്തരവ് നൽകി തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിനി. റംസിക്കെതിരെ പരാതിയുമായി തമിഴ്നാട്ടുകാരായ 35 പേർ. ജനം എക്സ്ക്ലൂസീവ്. കേരള രജിസ്ട്രാറെ സംരക്ഷിക്കാൻ ഇടതു നീക്കം. അടിയന്തര സിൻഡിക്കേറ്റ് ഇന്ന്. സസ്പെൻഷൻ ചർച്ചയാകും. കാലടി സർവകലാശാലയിൽ ഒത്തുതീർപ്പ് ശ്രമവുമായി VC. നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന് സൂചന. ബിർമിംഗ്ഹാമിൽ ഇന്ത്യക്ക് വിജയപ്രതീക്ഷ. ഇംഗ്ലണ്ടിൽ ലക്ഷ്യം 536 റൺസ് അകലെ. 4ാം ദിനം 3 വിക്കറ്റിന് 72 റൺസ്. 2ാം ഇന്നിംഗ്സിലും സെഞ്ചുറി അടിച്ച് ശുഭ്മാൻ ഗിൽ. From here on the back pedal, you can see he's only got his mind on one. Messi
Messi once more. Messi! My word, what a goal! പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കി മെസ്സി മാജിക്. മേജർ സോക്കർ ലീഗിൽ ഇരട്ട ഗോൾ. മോൺട്രിയലിനെ 4-1 തകർത്ത ഇന്റർ മിയാമി. ക്ലബ് ലോകകപ്പിൽ റയലും PSG-യും ചെൽസിയും സെമി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം വീണു മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാവിലെ തന്നെ എത്തി. പ്രതിഷേധം ഭയന്ന് അതിരാവിലെയാണ് മന്ത്രി തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിയത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, വളരെ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് രാവിലെ തലയോലപ്പറമ്പിൽ ബിന്ദുവിൻ്റെ വീട്ടിൽ എത്തുന്നത്. കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. കുടുംബാംഗങ്ങൾ പ്രധാനമായും പറഞ്ഞത് മകൻ്റെ ജോലിയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. താൽക്കാലിക ജോലി നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം, സ്ഥിര ജോലി നൽകണം, ആ വീട്ടിൽ വേറെ വരുമാനമില്ല, ബിന്ദുവിനെ അടക്കാൻ പോലും മണ്ണ് അവർക്കുണ്ടായിരുന്നില്ല, ബന്ധുവിൻ്റെ വീട്ടുവളപ്പിലാണ് ബിന്ദുവിൻ്റെ സംസ്കാരം നടന്നത്, അത്ര പാവപ്പെട്ട ഒരു കുടുംബമാണത്. മന്ത്രി അവിടെ പ്രതിഷേധങ്ങൾ ഭയന്ന് രാവിലെ തന്നെ എത്തുന്നു, കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് മടങ്ങുന്നു. മുഖ്യമന്ത്രി മടങ്ങിയെത്തിയ ശേഷം ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം ആകുമെന്നുള്ള ഉറപ്പും മന്ത്രി നൽകിയിട്ടുണ്ടല്ലോ. മിഥുൻ അയ്യപ്പൻ. തീർച്ചയായിട്ടും അത്തരമൊരു ഉറപ്പ് നൽകുകയാണ് മന്ത്രി വീണ ജോർജ് നടത്തിയിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയാൻ മിഥുൻ അയ്യപ്പൻ കേൾക്കാമെങ്കിൽ, മന്ത്രി വീണ ജോർജ് ഇന്ന് രാവിലെ തലയോലപ്പറമ്പിൽ ബിന്ദുവിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തി. തുടരാം മിഥുൻ അയ്യപ്പൻ. ആദ്യ ദിവസങ്ങളിൽ, അതായത് അപകടം നടന്നിട്ടുണ്ടായ ആദ്യ ദിവസങ്ങളിൽ ബിന്ദുവിന്റെ ബന്ധുക്കളെ കാണാനോ അവരെ ആശ്വസിപ്പിക്കാനോ അവരോട് സംസാരിക്കാനോ തയ്യാറാകാതിരുന്ന സർക്കാർ സംവിധാനങ്ങൾ, സർക്കാർ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം മുതലാണ് ഇതിന് ആരംഭിച്ചത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം VM വാസവൻ ബിന്ദുവിന്റെ വീട്ടിലെത്തി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അതിനുശേഷം മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും ഇവരെ ഫോണിൽ വിളിച്ച് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും എല്ലാം പിന്തുണ നൽകുകയും എല്ലാം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ 3-ാം ദിവസം, ഈ സംഭവം നടന്നതിന് ശേഷമുള്ള 3-ാം ദിവസം അതിരാവിലെ മറ്റാരെയും അറിയിക്കാതെ ഈ പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ട് അതിരാവിലെ വീണ ജോർജ് വീട്ടിലെത്തി മടങ്ങിയിരിക്കുന്നത്. വീട്ടിലെത്തിയതിനു ശേഷം ഇവരെ ബിന്ദുവിന്റെ ഭർത്താവുമായും അതുപോലെ തന്നെ അമ്മയുമായും സംസാരിച്ചു. ചികിത്സയുടെ ഭാഗമായി മാറി മറ്റൊരു വീട്ടിൽ കഴിയുന്ന ബിന്ദുവിന്റെ മകൾ മകനുമായും സംസാരിച്ചു. ബിന്ദുവിന്റെ ഭർത്താവ് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മകന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അത് നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ മകന് ജോലി നൽകുമെന്നായിരുന്നു പ്രതിനിധികൾ പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരത്തിലല്ല. അമ്മ മരിച്ച അതേ ഇടത്ത് തന്നെ ജോലി ചെയ്യുന്നതിൽ മകന് മാനസികമായി ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരിടത്തേക്ക് ജോലി നൽകണമെന്നുള്ള ആ മകന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നൽകണമെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ വീണ ജോർജിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് താൽക്കാലിക ജോലി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്ഥിര ജോലിയുടെ കാര്യത്തിൽ തീരുമാനമാകണമെന്ന് ഇപ്പോൾ ഈ വീട്ടിലെത്തിയ മന്ത്രിയോട് അവർ പറയുകയുണ്ടായി. ഒപ്പം തന്നെ സാമ്പത്തിക സഹായം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ മറ്റു സഹായങ്ങളെല്ലാം തന്നെ സർക്കാർ ഒപ്പമുണ്ടെന്ന് നൽകും. അത് വൈകാതെ തന്നെ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുമെന്നാണ് വീണ ജോർജ് മറുപടി നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലും ബുദ്ധിമുട്ടുകളില്ല. എല്ലാ തരത്തിലുമുള്ള സഹായങ്ങളും പിന്തുണയും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ലെന്നും എല്ലാ വിധത്തിലുള്ള തീരുമാനങ്ങളും സർക്കാർ എടുത്തിട്ടുണ്ടെന്നും അത് ഒരു മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷം, മന്ത്രിസഭ കൂടിയതിനു ശേഷം മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കുമെന്നും വ്യക്തമാക്കി. വീട് വെച്ച് നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു
ബിന്ദു ഇത്തരത്തിൽ ഫോണിലൂടെ ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. NSSുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞിരുന്നു. എപ്പോൾ വീട് പണി പുനരാരംഭിക്കണമെന്ന് പറയുന്നുവോ ആ നിമിഷം തന്നെ വീട് പണി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി അടക്കമുള്ളവർ ഇന്ന് നൽകിയിരിക്കുന്ന വാഗ്ദാനം. എടുത്തു പറയേണ്ടത്, ആദ്യ ദിവസങ്ങളിൽ മന്ത്രിമാരാരും തന്നെ ഇങ്ങോട്ട് ഈ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നില്ല. ഈ സംഭവം ഉണ്ടായ ആ നിമിഷം മുതൽ അന്ന് മൃതദേഹം കൊണ്ടുപോകുമ്പോൾ വരെ ബന്ധുക്കൾ വ്യക്തമാക്കിയത് ഈ നിമിഷം വരെ സർക്കാരിന്റെ പ്രതിനിധികൾ ആരും തന്നെ അങ്ങോട്ട് സംസാരിക്കുന്നില്ല, മന്ത്രിമാരാരും തന്നെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ഈ ബന്ധുക്കളെല്ലാം തന്നെ ആരോപിച്ചിരുന്നത്. അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ ഓരോരുത്തരായി ബിന്ദുവിന്റെ ബന്ധുക്കളെ കാണാനുള്ള ശ്രമം നടത്തിയത്. അതേസമയം തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവർക്കെതിരെ കോട്ടയത്ത് മാത്രമല്ല സംസ്ഥാനത്തെമ്പാടും ഉയരുക കൂടി ചെയ്യുകയാണ്. ഈ പ്രതിഷേധം അതിശക്തമായി തുടരുന്നതിനിടെയാണ് ആളുകളെയും പ്രതിഷേധക്കാരെയും ഒഴിവാക്കിക്കൊണ്ട് അതിരാവിലെ മന്ത്രി വീണ ജോർജ് തലയോലപ്പറമ്പിലെ വീണ ജോർജ് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു. ബന്ധുക്കളെ ആശ്വസിപ്പിച്ചൊക്കെ മടങ്ങുന്നു. ഇനിയും മകന് സ്ഥിര ജോലി നൽകുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി വന്ന ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമാകാമെന്നൊക്കെയാണ് മന്ത്രി കുടുംബാംഗങ്ങളെ അറിയിച്ചത്. അതേപോലെ തന്നെ മിഥുൻ അയ്യപ്പൻ, മറ്റൊരു കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണതിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടറാണ് അവിടെ അടിയന്തര റിപ്പോർട്ട് നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഒരാഴ്ചത്തെ സമയം കൊടുത്തിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് റിപ്പോർട്ട് നൽകണം എന്നുള്ള നിർദ്ദേശം സർക്കാർ നൽകുന്നു. അത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഏതൊക്കെ തരത്തിലാണ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്? ഉടൻ തന്നെ റിപ്പോർട്ട് നൽകും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുമോ മിഥുൻ അയ്യപ്പൻ? അപകടവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് നൽകാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ ഒരാഴ്ചത്തെ സമയമാണ് ജില്ലാ കളക്ടർക്ക് സർക്കാർ നൽകിയിരിക്കുന്നത്. ആ ഒരാഴ്ചത്തെ സമയത്തിനകം തന്നെ വിശദമായി അപകടവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നടന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ സംബന്ധിച്ചുമുള്ള പരാമർശങ്ങളുള്ള റിപ്പോർട്ട് ആയിരിക്കണമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് സാമ്പത്തിക സഹായം എത്രയും പെട്ടെന്ന് തന്നെ നൽകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി സാമ്പത്തിക സഹായത്തിന് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടും മകന് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഒരു അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തന്നെ ഈ രണ്ട് കാര്യങ്ങളെയും പരാമർശിച്ചിട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ഇവിടുത്തെ കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ്. അതിന് ഒരാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള സാങ്കേതിക വിഷയങ്ങളും അതുപോലെ തന്നെ സാങ്കേതികത്വങ്ങളും ഉൾപ്പെടുന്ന രീതിയിലുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടി പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഭാഗങ്ങളുടെയും റിപ്പോർട്ടുകൾ അവരുടെയും ഫൈൻഡിങ്സുകൾ എത്രയും പെട്ടെന്ന് നൽകാൻ ജില്ലാ കളക്ടറാണ് മറ്റു വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് നൽകിയതിനു ശേഷം അത് ഈ ഒരാഴ്ചക്കകം നൽകേണ്ട വിശദമായിട്ടുള്ള റിപ്പോർട്ടിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരമായ കാര്യങ്ങൾ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഉടൻ തന്നെ ലഭ്യമാക്കിയാൽ ഉടൻ ഒരാഴ്ചത്തെ സമയത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും അതെ ജില്ലാ കളക്ടർ വിശദമായ റിപ്പോർട്ട് നൽകും. അതോടൊപ്പം തന്നെ മിഥുൻ അയ്യപ്പൻ നൽകുന്ന മറ്റൊരു റിപ്പോർട്ടുണ്ടല്ലോ, ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളൊന്നും പഞ്ചായത്ത് മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഒന്നും കൃത്യമായി അത് വാങ്ങാറില്ല എന്നുള്ള കാര്യം കൂടിയുണ്ടല്ലോ മിഥുൻ അയ്യപ്പൻ. ഈ അപകടം നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അത്തരമൊരു ആരോപണവുമായി ആർപ്പൂക്കര പഞ്ചായത്ത് രംഗത്തെത്തിയിരുന്നത്. പ്രധാനമായും ഈ കെട്ടിടത്തിന്റെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു കൂടിയാലോചനകൾ ഈ ആർപ്പൂക്കര പഞ്ചായത്തുമായി നടത്താറില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ കൃത്യമായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് അവിടെ പല നിർമ്മിതികളും നടക്കുന്നത് എന്നുള്ള കാര്യം ഗ്രാമപഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദമായ വാർത്തകളും നമ്മൾ തുടർ വാർത്തകൾ നൽകുന്നുണ്ടാവും. വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്നും മിഥുൻ അയ്യപ്പൻ. ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കുമെതിരെയുള്ള പ്രതിഷേധങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ സംഘടനകളെ തെരുവിൽ നേരിടാൻ CPM-ഉം യുവജന സംഘടനകളും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് സമരങ്ങൾ എന്ന പേരിൽ DYFIയും രംഗത്തിറങ്ങും. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രിക്കെതിരെ ഒരു
കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് അവിടെ ഒരു രോഗിക്ക് കൂട്ടിരിക്കാൻ വന്ന ഒരമ്മ മരണപ്പെടുന്നു. അതേപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്നുള്ള പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ തന്നെ നടത്തുന്നു. സംസ്ഥാനത്ത് ആരോഗ്യരംഗം ആകെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ വീണ ജോർജിനെതിരായി ഉയരുന്ന പ്രതിഷേധങ്ങളെ ശക്തമായി നേരിടാനാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. CPMഉം യുവജന സംഘടനകളും ഇതിനെതിരെ രംഗത്തിറങ്ങാൻ വേണ്ടി പോകുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ ശാലിനി? വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ആരോഗ്യ രംഗത്തെയും ആരോഗ്യ മേഖലയെയും കുറിച്ച് വിമർശനങ്ങളും പരാതികളും ഉണ്ടാകുന്ന സാഹചര്യം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കെടുകാര്യസ്ഥതയാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നു. തൊട്ടു പിന്നാലെ തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ തലയോലപ്പറമ്പ് സ്വദേശിനിയായിട്ടുള്ള ബിന്ദു കെട്ടിടം തകർന്നു വീണ് മരണപ്പെട്ടത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വീണ ജോർജിനും സംസ്ഥാന സർക്കാരിനുമെതിരെ പ്രതിഷേധം കനക്കുകയാണ്. തലസ്ഥാനത്തടക്കം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും ഓഫീസിലേക്കും അടക്കം പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത്. പല ഘട്ടങ്ങളിലും അക്രമാസക്തമാകുന്ന സാഹചര്യം. ഒപ്പം തന്നെ പോലീസ് ഈ മാർച്ചുകളെ അടിച്ചമർത്താനുള്ള ശ്രമം പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്ന പശ്ചാത്തലം നിലനിൽക്കുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന പ്രതിഷേധക്കാരെ തെരുവിൽ നേരിടാൻ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ഇടത് യുവജന പ്രസ്ഥാനങ്ങൾ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പ്രതിഷേധങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തെരുവിൽ തന്നെ അക്രമ സംഭവങ്ങൾ അടക്കം സൃഷ്ടിക്കാനും ഒപ്പം തന്നെ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യാനും തങ്ങൾ ഒരുക്കമാണ് എന്നുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുള്ളത്. പ്രതിഷേധ സമരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് തെറ്റില്ല, ഒപ്പം തന്നെ ഈ ഉണ്ടായ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്താനാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും SFIയും ഒക്കെ ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് തലസ്ഥാന നഗരിയിൽ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ ABVP പ്രവർത്തകരെ ഭാരതാംബ വിഷയത്തിലടക്കം മന്ത്രി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയ ABVPയുടെ സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെയുള്ളവരെ തെരുവിൽ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് SFI എത്തിയത് കണ്ടതാണ്. ഒപ്പം ഇതിന് പോലീസ് അടക്കമുള്ളവർ നേർസാക്ഷ്യമായിരുന്നു. അന്ന് പോലീസ് വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ SFIക്കാരെ പിടിച്ചുമാറ്റി പ്രശ്നം ഒഴിവാക്കാനോ ഒന്നും തന്നെ ശ്രമിക്കാതിരുന്നതടക്കമുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നത്. സമാനമായ സാഹചര്യം ഇവിടെയും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടിയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിലവിൽ സംസ്ഥാനത്ത് ഇല്ല. ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് വരുമ്പോഴും ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ കരിങ്കൊടി അടക്കമുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നതിനിടയിലാണ് പ്രതിഷേധക്കാരെ നേരിടാൻ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ യുവജന പ്രസ്ഥാനങ്ങൾ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളടക്കം അവർ ചില വാർത്താ സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ ഡിവൈഎഫ്ഐ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രതിഷേധം നടത്തുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ MLA-മാരുണ്ടല്ലോ, MLA-മാർക്ക് വീടുകളുണ്ടല്ലോ എന്നുള്ളത്. അവരുടെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കാനും ഇവിടെ പ്രതിഷേധ സമരങ്ങൾ ഒരു ആവശ്യ കാര്യത്തിനും ഒപ്പം തന്നെ പിടിപ്പുകേടും ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെയും മന്ത്രിക്കെതിരെയും വകുപ്പിനെതിരെയും പ്രതിഷേധം നടക്കും. മറുഭാഗത്ത് ന്യായീകരണങ്ങൾ നടത്തി സമരം ചെയ്യുന്നവരെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഇടത് സംഘടനകൾ ശ്രമം നടത്തുന്നത്. ഇതിന്റെ തുടർച്ച വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി അവരുടെ വാക്കുകളിൽ നിന്ന് വരികയാണ്. അതേസമയം തന്നെ പ്രതിഷേധങ്ങൾ ഒരു രീതിയിലും അവസാനിപ്പിക്കില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. BJP ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്രം നൽകുന്ന ഫണ്ടുകളടക്കം കേരളത്തിൽ എത്തിയിട്ടും അത് എന്തുകൊണ്ട് ആവശ്യക്കാർക്കോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മേഖലയിലേക്കും അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളടക്കം ശക്തമാകുന്നുണ്ട്. ഇതടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വരും ദിവസങ്ങളിൽ BJP അടക്കം ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ പ്രതിഷേധക്കാരെ നേരിടാൻ ഇപ്പോൾ ഗുണ്ടാ സെറ്റപ്പിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിൽ ശാരീരികമായി അടക്കം നേരിടാൻ ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുന്നത്. അത് പബ്ലിക്കായി തന്നെ പറയുകയും ചെയ്യുന്നത്. വിനോദ, തീർച്ചയായും കേരളത്തെ കലാപഭൂമിയാക്കാൻ വേണ്ടി തന്നെയാണ് CPM ശ്രമിക്കുന്നത് എന്ന സന്ദീപ് എസ് പ്രേക്ഷകൻ പറയുന്നു. അതേപോലെ തന്നെ ഉഷാപിള്ള എന്നൊരു പ്രേക്ഷക ഒരു നിർദ്ദേശം വെക്കുന്നു. ഇത്തരം സർക്കാർ ആശുപത്രികളിലെയും സർക്കാർ സ്ഥാപനങ്ങളിലെയും കെട്ടിടങ്ങളുടെയും ഒക്കെ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുന്ന മോശപ്പെട്ട അവസ്ഥകൾ പുറം ലോകത്തെ അറിയിക്കണം. സാധാരണക്കാർ സ്ഥാപനങ്ങളിലെത്തുമ്പോൾ അവിടെ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കണമെന്നുള്ള കാര്യം വളരെ നല്ലൊരു നിർദ്ദേശമാണ്. എല്ലാ സർക്കാർ ആശുപത്രികളിലും അതിൻ്റെ അകത്തളങ്ങളിലേക്ക് മാധ്യമങ്ങൾക്ക് ക്യാമറകളുമായി ഉള്ളിൽ പ്രവേശിക്കാനാവില്ല. പല കെട്ടിടങ്ങളും തകർന്ന നിലയിലാണ് നിലനിൽക്കുന്നത്. അവിടെ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് മാത്രമേ ഇത് കാണാൻ കഴിയുകയുള്ളൂ. അവിടുത്തെ ശൗചാലയങ്ങളുടെ അവസ്ഥ ഒക്കെ തന്നെ വളരെ മോശപ്പെട്ട നിലയിലാണ്. അതൊക്കെ സമൂഹത്തെ അറിയിക്കണം. ആ
തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ സാധാരണക്കാർക്കും കഴിയണം. അത് സമൂഹ മാധ്യമങ്ങളിൽ നൽകാം, അല്ലെങ്കിൽ അത് ജനൻ ടി വിക്ക് നൽകാം. എങ്ങനെയാണെങ്കിലും അത് പുറലോകത്തെ അറിയിക്കണം. ഇത്തരം അനീതികൾക്കെതിരെയുള്ള പോരാട്ടം തുടരുക തന്നെ വേണം. അത്തരത്തിലാണ് പ്രേക്ഷകരും പ്രതികരിക്കുന്നത്. ഈ വാർത്തകൾ നൽകുകയായിരുന്നു ശാലിനി. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിൻ്റെ മകന് താൽക്കാലിക ജോലി വാഗ്ദാനം ചെയ്ത സർക്കാർ നടപടി ഇരട്ട നീതിയെന്ന് ആരോപണം. മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ മകന് ചട്ടങ്ങൾ മറികടന്ന് ഗസറ്റഡ് റാങ്കിലാണ് സർക്കാർ നിയമനം നൽകിയത്. ബിന്ദുവിൻ്റെ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മകനോട് സർക്കാരിൻ്റെ ഈ ഇരട്ടത്താപ്പ് വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തുകയാണ്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ മകന് ഇപ്പോൾ താൽക്കാലിക ജോലി നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ വീട്ടിലെത്തിയപ്പോഴും ബിന്ദുവിൻ്റെ ഭർത്താവും അമ്മയും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടത് മകന് സ്ഥിരമായി ജോലി നൽകണമെന്നുള്ള കാര്യമാണ്. കാരണം പാവപ്പെട്ട കുടുംബമാണ്, നിർധന കുടുംബമാണ്. അവർ ആ രോഗിക്ക് മകൾക്ക് കൂട്ടിരിക്കാനായി വന്ന അമ്മയാണ് സർക്കാരിൻ്റെ അനാസ്ഥ മൂലം മരിക്കാനിടയായത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ അവരെ സഹായിച്ചേ മതിയാകുകയുള്ളൂ. അപ്പോൾ മകന് സ്ഥിര നിയമനം എന്നുള്ളത് അവരുടെ ന്യായമായ ആവശ്യമാണ്. സർക്കാർ ഇത് ചെവിക്കൊണ്ടില്ല എങ്കിൽ വലിയ പ്രതിഷേധമല്ലേ ഉയരാൻ പോകുന്നത്? പ്രജിത്ത് മോഹനൻ. അങ്ങനെ തന്നെ പറയേണ്ടി വരും വിനോദ്. കാരണം ഈ ഒരു നീതികേട് ഇതിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ഈ വാർത്ത നൽകുന്നത് തന്നെ ഇപ്പോൾ മുൻ MLA ആയിരുന്ന ചെങ്ങന്നൂർ MLA ആയിരുന്ന KK രാമചന്ദ്രൻ നായർ മരിക്കുന്ന സമയത്ത് CPM നേതാവ് കൂടിയാണ് അദ്ദേഹം മരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പാർട്ടിയും സർക്കാരും ഒക്കെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ മകന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ഗസറ്റഡ് റാങ്ക് തസ്തികയിൽ ഒരു നിയമനം നൽകുന്നത്. അത് അന്ന് തന്നെ വലിയ ചർച്ചയൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു, ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോഴും സർക്കാർ ആ നിയമനത്തെ സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് നൽകിയതാണെന്ന് വാദിച്ചു. പിന്നീട് അത് സുപ്രീം കോടതിയിൽ വരെ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ആ നിയമനം സാധൂകരിക്കുന്നതിന് വേണ്ടി നിയമ പോരാട്ടം നടത്തിയെങ്കിലും പിന്നീട് സുപ്രീം കോടതി സർക്കാരിനെ വിമർശിക്കുകയും ഇത് ഭരണഘടനാ ലംഘനമല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. കാരണം ആ സർക്കാർ ഇത്തരത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത് നിയമനങ്ങൾ നടത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അത് ചൂണ്ടിക്കാട്ടപ്പെട്ടത് ഒരു ജനപ്രതിനിധിയുടെ മകന് അത്തരത്തിൽ നിയമനം നൽകേണ്ട എന്താവശ്യമാണ് എന്നുള്ളതായിരുന്നു കോടതിയും ചോദിച്ചത്, ഒപ്പം തന്നെ പൊതുസമൂഹവും ചോദിച്ചത്. അതേ അല്ലെങ്കിൽ അതിൽ ഈ കാര്യത്തിൽ സർക്കാർ എടുത്തൊരു പ്രത്യേക നിലപാടുണ്ട്. സുപ്രീം കോടതിയിൽ വരെ കേസ് വാദിച്ച് മുൻ MLAയുടെ മകൻ നിയമനം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതിനെ സർക്കാർ ന്യായീകരിക്കുകയും അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴാണ് ബിന്ദുവിൻ്റെ മകൻ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും ഇപ്പോൾ പൊതുസമൂഹത്തിലും നവമാധ്യമങ്ങളിലുമൊക്കെ ചർച്ചയായി വരുന്നത്. ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഗണേഷ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉയർത്തി ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട്. അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ബിന്ദുവിൻ്റെ മകൻ ഒരു എഞ്ചിനീയറിംഗ് BTech ബിരുദധാരിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളൊരു യുവാവാണ്. അയാൾക്ക് എന്തെങ്കിലും ഒരു മന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സമിതിക്ക് കീഴിൽ എന്തെങ്കിലും ഒരു താൽക്കാലിക ജോലി ഞങ്ങൾ നൽകാം എന്ന രീതിയിലുള്ളൊരു പ്രഖ്യാപനത്തോടെ ഒരു സർക്കാരിനൊരു അതിലൊരു പ്രത്യേകിച്ച് ഒരു ആത്മാർത്ഥതയില്ലാത്ത അല്ലെങ്കിൽ പാവപ്പെട്ടവൻ ഒരു നീതി, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് മറ്റൊരു നീതി എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. കാരണം KK രാമചന്ദ്രൻ നായരുടെ മകന് വേണ്ടി ചട്ടങ്ങൾ വരെ സർക്കാർ ലംഘിച്ചിരുന്നു. അങ്ങനെ ചട്ടലംഘനം നടന്നതുകൊണ്ടാണ് പിന്നീട് അത് സുപ്രീം കോടതി അടക്കം ആ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി തീരുമാനത്തെ അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. അത് അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ബിന്ദു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരി അവരുടേതല്ലാത്തൊരു കാരണം കൊണ്ട് ആ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെയൊക്കെ വീഴ്ചകളും പിടിപ്പുകേടുകളും കൊണ്ട് ജീവൻ നഷ്ടമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ഒരു ദുരന്ത സാഹചര്യം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു രക്തസാക്ഷിയായി മാറിയ ബിന്ദുവിൻ്റെ മകന് സർക്കാർ നൽകേണ്ട ഒരു നഷ്ടപരിഹാരമാണ്. അത് ഈ നാട് തന്നെ അവർക്ക് നൽകേണ്ട ഒരു ഉത്തരവാദിത്തമാണ്, അവരോട് കാണിക്കേണ്ട ഒരു നീതിയാണ്. കാരണം പൊതു ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായി അവിടെ ചികിത്സയ്ക്കെത്തി ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ സർക്കാരിനെ വിശ്വസിച്ച് ആരോഗ്യ സംവിധാനത്തെ വിശ്വസിച്ച് ആശുപത്രിയിലെത്തിയവർക്കാണ് ജീവൻ നഷ്ടമായത്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചുകൊണ്ടൊന്നുമല്ല ജീവൻ നഷ്ടമായത്. അപ്പോൾ സർക്കാരിൻ്റെ പിടിപ്പുകേടിൻ്റെ ഒരു രക്തസാക്ഷിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബലിദാനിയാണ് ഈ പറയുന്ന രീതിയിൽ ബിന്ദു. അപ്പോൾ ആ കുടുംബത്തിന് അത്തരത്തിലൊരു കൈത്താങ്ങ് കണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഈ പൊതുസമൂഹത്തിൻ്റെയും കൂടി ബാധ്യത കൂടിയാണ്. അപ്പോൾ അത്ര കാര്യങ്ങൾ അങ്ങനെയായിരിക്കെ മന്ത്രിയുടെ ആ ഒരു പ്രഖ്യാപനം പോലും വലിയൊരു വിഷമമുണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സർക്കാർ താൽക്കാലിക ജോലി ഞങ്ങൾ കൊടുക്കാം എന്തോ വലിയൊരു ഔദാര്യം പറയുന്നത് പോലെ എന്നൊക്കെയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനം. അതോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി വായിക്കുന്നതും മുൻ MLAയുടെ മകന് വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളടക്കമാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. കാരണം അതിൽ സർക്കാരിന് ഇത്ര വലിയ താല്പര്യമുണ്ടായി, അതിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ആ നിയമനം റദ്ദു ചെയ്തു. പിന്നീട് സർക്കാർ അതിനെതിരെ സുപ്രീം കോടതിയിൽ
വരെ പോകുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ പോയിരുന്നപ്പോൾ ഒരു MLAയുടെ മകനായതുകൊണ്ട് മാത്രം, MLA ആയിരുന്ന CPM നേതാവായിരുന്ന ഒരാളുടെ മകനായതുകൊണ്ട് മാത്രം സാധാരണഗതിയിലുള്ള ചട്ടങ്ങളെല്ലാം അട്ടിമറിച്ച് അയാൾക്ക് നിയമനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ നിയമനത്തെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ നിയമനം നൽകിയതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ കേസ് പറഞ്ഞ് പൊതുജനത്തിൻ്റെ പണവും കളയുന്നു. പക്ഷേ ബിന്ദുവിനെ പോലെ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ മകന് അവർക്ക് ഈ പറയുന്ന രീതിയിൽ മരണം സംഭവിച്ചപ്പോൾ സർക്കാർ പറയുന്നത് തങ്ങളൊരു താൽക്കാലിക ജോലി കൊടുക്കാം. അത് എന്താണെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്നുള്ളതാണ്. അത് എത്രമാത്രം ബാലിശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ ഇരട്ട നീതി, ഇരട്ടത്താപ്പ് എന്ന് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ സജീവമായി ഉയർന്ന് കേൾക്കുന്നുമുണ്ട്. അതെ, അങ്ങനെ തന്നെയാണ്. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ മകന് സ്ഥിര നിയമനം നൽകണം എന്നുള്ള ആവശ്യം ശക്തമായി ഉയരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും വേട്ടയാടി CPM. പാർട്ടി സഹയാത്രിക കൂടിയായ പ്രീത ജോണിന് ആനുകൂല്യങ്ങളും പെൻഷനും അടക്കം തടഞ്ഞുവെച്ചു. സംസ്ഥാന സഹകരണ വകുപ്പിൽ നിന്നാണ് പ്രീത ജോൺ വിരമിച്ചത്. പിന്നീട് സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് കൃഷ്ണൻ നായരാണെന്ന് പ്രീത ജനൻ TVയോട് പറഞ്ഞു. പാർട്ടിയെ സമീപിച്ചിട്ടും നീതി ലഭിച്ചില്ല എന്നും സഹകരണ വകുപ്പിലെ റിട്ടയർഡ് ജീവനക്കാരി പറയുന്നു. ജനം ബ്രേക്കിംഗ്. ഞാൻ ഇടതുപക്ഷ ചായ്വുള്ളതും ഇടതുപക്ഷ അനുഭാവിയും തന്നെയാണ് ഇപ്പോഴും. ഞാൻ ഓഫീസിലെ ജീവനക്കാർക്ക് വേണ്ടി നിൽക്കുകയും ഓഫീസിലെ ചില കാര്യങ്ങൾ സത്യസന്ധമായ രീതിയിൽ എഴുതുകയും അത് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കത്തില്ല സാറ് ചിന്തിച്ചത്. അതിന് എന്നോട് നയപരമായ രീതിയിൽ സംസാരിക്കാതെ വളരെ മോശമായിട്ട് സാറ് ഫയലുകൾ എടുത്തെറിയുകയും എന്നെക്കുറിച്ച് മോശമായിട്ട് പറയുകയൊക്കെ ചെയ്തത് എന്നെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു. എൻ്റെ ഇത്രയും നാളത്തെ ഓഫീസ് സർവീസിൽ നിന്നും എനിക്ക് ലഭിച്ചത് ഏറ്റവും നല്ലൊരു സ്റ്റാഫ് എന്ന നിലയിലാണ് അത്രയും നാൾ ഞാൻ പ്രവർത്തിച്ചത്. പിന്നീട് പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടി. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയുടെ വാക്കുകളാണിത്. 2024 മെയ് 31 സംസ്ഥാന സഹകരണ യൂണിയൻ സർവീസിൽ നിന്നും വിരമിച്ച പ്രീത ജോൺ നേരിട്ടത് കടുത്ത അവഗണനയാണ്. തൻ്റെ പെൻഷൻ, മറ്റാനുകൂല്യങ്ങൾ ഇവ ഇതുവരെ പ്രീതയ്ക്ക് ലഭിച്ചിട്ടില്ല. വിരമിച്ചതിന് ശേഷം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചതിന് പിന്നിൽ ആരെന്ന് പാർട്ടിക്കും അറിയാവുന്നതാണ്. പരസ്യമായ രഹസ്യമായി ഇപ്പോഴും ഇത് നിലനിൽക്കുന്നു. എന്നോട് സംസാരിച്ച പലരെയും വിളിച്ച് വാൺ ചെയ്തിട്ടുണ്ട്, എന്തിനാണ് അവിടെ പോയി സംസാരിക്കുന്നത്. അപ്പോൾ സാറിനെ പിടിച്ചിട്ട് അവർ പിന്നെ എൻ്റെ അടുക്ക് വരാതിരിക്കും. എന്താണ് കാരണം എന്ന് പോലും അവർക്ക് ചോദിക്കാനുള്ള ഗഡ്സില്ലെന്നല്ല, പേടിയാണ്. ഉടനെ ആൾക്കാരെ സ്ഥലം മാറ്റുന്നു. എനിക്ക് മനസ്സിലെ വ്യക്തിവൈരാഗ്യമാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അല്ല. അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ ഒഫീഷ്യലി എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വ്യക്തിപരമായ എന്നോട് ദേഷ്യം കാണിക്കുകയും ഹരാസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കത് താങ്ങാൻ പറ്റിയില്ല. സംസ്ഥാന സഹകരണ യൂണിയൻ എന്ന അപെക്സ് സ്ഥാപനത്തിൽ പ്രീത ജോലി ചെയ്തത് 33 വർഷമാണ്. 1991 LD ക്ലർക്കായി ജോലിക്ക് കയറി പടിപടിയായി ഉദ്യോഗ കയറ്റം. ഒടുവിൽ ജനറൽ മാനേജർ തസ്തികയിൽ എത്തി. 31/5/2024 വിരമിക്കൽ. ഒരു അച്ചടക്ക നടപടിയോ കുറ്റാരോപണമോ സർവീസ് കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്നിരിക്കെയാണ് പാർട്ടിക്കാരിക്ക് തന്നെ ഈ അവസ്ഥയുണ്ടായത്. എനിക്ക് ഓഫീസിൽ ഇതുവരെ ഒരു അച്ചടക്ക നടപടിയോ അങ്ങനെയുള്ള യാതൊരു ആരോപണങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്കെതിരെ അല്ലെങ്കിൽ തന്നെ പെൻഷൻ പറ്റുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ബാധ്യതയെല്ലാം തീർക്കേണ്ടത് ഓഫീസിൻ്റെ കടമയാണ്. അത് ചെയ്തില്ല. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് ഇങ്ങനൊരു സബ് കമ്മിറ്റിയെ നിയോഗിക്കുന്നുണ്ട്, പിന്നെ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. അതൊക്കെ എനിക്ക് എന്താണ് അതിൻ്റെ ആ വൈചിത്രം എനിക്ക് ഭയങ്കര അത് എന്നെക്കൊണ്ട് ചിന്തിപ്പിച്ചത് എന്താണ്. പാർട്ടി തലത്തിൽ കാണേണ്ട എല്ലാവരെയും കണ്ടു. മുഖ്യമന്ത്രിയെയും സമീപിച്ചു. പെൻഷൻ പറ്റി മാസം തൊട്ട് ആനുകൂല്യങ്ങളും പെൻഷനും കിട്ടുന്നതാണ്. ഇതങ്ങനെ കിട്ടാതെ ഇരിക്കുകയും എന്നോട് പറയാതിരിക്കുകയും ഞാൻ ചോദിക്കുന്നതിന് മറുപടി തരാതിരിക്കുകയും ചെയ്തിരുന്നപ്പോൾ പിന്നീട് 4-5 മാസം കഴിഞ്ഞിട്ട് CMO പോർട്ടലിൽ നിന്നൊരു കത്ത് വന്നപ്പോഴാണ് എനിക്ക് മറുപടികൾ കിട്ടുന്നത്. അപ്പോഴാണ് പറയുന്നത് ഇനി അടുത്ത മാസം, അതായത് 2024 9 മാസം സെപ്റ്റംബർ മാസം ഒരു കമ്മിറ്റി കൂടും, അതിനകത്താണ് ഒരു കമ്മിറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അടുത്ത കത്തിൽ എഴുതിയിരിക്കുന്നുണ്ട് അതേ മാസം തന്നെ ഒരു കമ്മീഷനെ വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അന്തം വിട്ടുപോയത് കണ്ടപ്പോൾ. പാർട്ടിയോട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ അവരതെനിക്ക് നോക്കാം, പിന്നെ ഇദ്ദേഹം ഇത്രയും പ്രായമായ മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ അവർക്കൊരു ഇദ്ദേഹത്തോട് നേരിട്ട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം. പാർട്ടിയും സഹായം തേടിയ വാതിലുകളും അടഞ്ഞതോടെ ഇടത് സഹയാത്രിക തുറന്നടിച്ചിരിക്കുകയാണ്. മറ്റ് നിയമവശങ്ങൾ പരിശോധിച്ച്
തുടർ നടപടി സ്വീകരിക്കാനാണ് പ്രീത ജോണിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം. സഹകരണ വകുപ്പിൽ നിന്നും റിട്ടയർഡായ ഒരു ജനറൽ മാനേജരായിരുന്ന ഒരാൾ, 33 വർഷക്കാലം ജോലി ചെയ്തിരുന്ന ഒരാൾ ഇപ്പോൾ പെൻഷന് വേണ്ടി അലയുകയാണ്. പാർട്ടിക്ക് എന്തോ വിരോധമുണ്ട് എന്ന് അവരുടെ വാക്കുകൾ വ്യക്തമാണ്. ഇടതുപക്ഷ സഹയാത്രികയായിരുന്നിട്ട് കൂടി അവർക്ക് പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നില്ല. അപ്പോൾ ഇടതുപക്ഷ അനുഭാവി അല്ലാത്ത ആളുകളുടെ അവസ്ഥ പറയാനുണ്ടോ? ശാലിനി, അവരുടെ വാക്കുകളിലെല്ലാം വ്യക്തമാണ്. അവരോട് എന്തോ വ്യക്തിവിരോധം പുലർത്തുന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ഈ പരാതി അവർ അറിയിച്ചിരുന്നു. എന്നിട്ടും അവർക്ക് നീതി ലഭിക്കുന്നില്ല. ശാലിനി, അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് കേരള സർവകലാശാലയുടെ താൽക്കാലിക വിസിയായി ഇപ്പോൾ ചുമതല വഹിക്കുന്ന സിസ തോമസ് സർക്കാരിൽ നിന്നും കേട്ട അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും നേരിട്ടതിന് സമാനമായൊരു ക്രൂരത അല്ലെങ്കിൽ അത്തരത്തിലൊരു നീതി നിഷേധമാണ് ഇവിടെ ഒരു ഇടത് സഹയാത്രിക്ക് പോലും നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാന സഹകരണ യൂണിയൻ ഒരു അപ്പെക്സ് ബോഡിയാണ്. ആ അപ്പെക്സ് സ്ഥാപനത്തിൽ നിന്നുമാണ് 33 വർഷത്തെ സർവീസ് പൂർത്തീകരിച്ചുകൊണ്ട് LD ക്ലർക്കായി 91 ജോലിക്ക് കയറി പിന്നീട് 2024 പ്രീത ജോൺ വിരമിക്കുന്നത്. ആ വിരമിക്കുന്ന സമയത്ത് ലഭ്യമാക്കേണ്ട പെൻഷൻ ആനുകൂല്യങ്ങൾ, മറ്റ് വിരമിക്കുന്ന സമയത്ത് ലഭ്യമാക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ തനിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രീത ഇപ്പോൾ ജനം TVയോട് തുറന്നടിക്കുന്നത്. കോലിയക്കോട് കൃഷ്ണനാരാണ് സംസ്ഥാന സഹകരണ യൂണിയന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത്. മുൻ MLA ഒക്കെയാണ്, പാർട്ടിയുടെ ഒരു ഉന്നത നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനുള്ള ചില വ്യക്തിവിരോധങ്ങൾ, ചില നടപടികൾ, അതിൻ്റെ തുടർച്ച എന്നോണമാണ് തന്നെ ഇത്തരത്തിൽ അവഗണിക്കുകയും നീതി നിഷേധം കാട്ടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രീത ഇപ്പോൾ പറയുന്നത്. പ്രീത പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജനിച്ച അന്നു മുതൽ തന്നെ ഇടതുപക്ഷത്തിനൊപ്പം പ്രവർത്തിക്കുകയാണ്, കുടുംബവും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് തനിക്കെതിരെ ഇത്തരത്തിലൊരു നടപടി അത് കോലിയക്കോട് കൃഷ്ണനായരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് തനിക്ക് ഇപ്പോഴും അറിയില്ല. ഈ സർവീസിൽ നിൽക്കുന്ന 2021 മുതലോടാണ് തന്നോടൊരു വ്യക്തിവിരോധം കോലിയക്കോടിന് തോന്നി തുടങ്ങുന്നത്. അത് ഓഫീസിൽ എത്തുമ്പോഴടക്കം ചില പരാമർശങ്ങൾ അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. തന്നോട് സഹകരിക്കുന്ന ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് സ്ഥലം മാറ്റുക, ഒപ്പം തന്നെ അവിടെ നടന്നിട്ടുള്ള ചില നീതി നിഷേധങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ഒപ്പം തന്നെ അവിടെ ഉള്ള ജോലിക്കാർക്കൊപ്പം, ജീവനക്കാർക്കൊപ്പം താൻ നിലകൊണ്ടത് കോലിയക്കോട് കൃഷ്ണൻ നായർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വ്യക്തിവിരോധം ഉണ്ടാവുകയും ചെയ്തത്. ഇതിനുശേഷം പിന്നീട് 5-ാം മാസം, അതായത് 2024 5-ാം മാസം ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഇപ്പോൾ ഇത്രയും മാസങ്ങൾ, വർഷങ്ങൾ പിന്നിടുമ്പോഴും തനിക്ക് ലഭ്യമാകേണ്ട വിരമിക്കൽ ആനുകൂല്യങ്ങൾ അത് ലഭ്യമാക്കിയില്ല. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ സമീപിച്ചിരുന്നു. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പല ആളുകളെയും സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാർട്ടിയുടെ ഉന്നത കേന്ദ്രങ്ങളിലടക്കം തൻ്റെ ബന്ധങ്ങൾ വെച്ച് ഇടപെട്ടു. ഇത്തരത്തിൽ ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ നൂലാമാലകൾ തീർത്ത് തനിക്ക് ലഭ്യമാകേണ്ട സഹായം വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെയും നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും പാർട്ടിയിലുള്ള ഉന്നത ആളുകളും ഒപ്പം തന്നെ പലരും കോലിയക്കോട് കൃഷ്ണൻ നായരുടെ അടുത്തേക്ക് ഈ വിഷയം എത്തിക്കാനോ സംസാരിക്കാനോ തയ്യാറായില്ല. അത് ഭയം കൊണ്ടാണോ അതോ മറ്റേതെങ്കിലും കാര്യം കൊണ്ടാണോ എന്നത് കാര്യം തനിക്ക് അറിയില്ല. പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലെന്നുള്ളതാണ് പ്രീത ജനം TVയോട് പ്രതികരിച്ചത്. കൂടാതെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടും കാര്യമായ പുരോഗതികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രീത ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ഒരു വിരമിക്കൽ കഴിയുമ്പോൾ നൽകേണ്ട തുക അത് മറ്റൊരു ബോഡി അല്ലെങ്കിൽ മറ്റൊരു ടീമിനെ വെച്ച്, ഒരു സമിതിയെ വെച്ചുകൊണ്ട് ആ സമിതി പരിശോധിച്ച് എത്ര രൂപയാണ്, എന്തൊക്കെ സഹായങ്ങളാണ് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുക. ആ തീരുമാനിച്ചതിന് ശേഷം മാത്രം തനിക്ക് ലഭ്യമാക്കാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സഹകരണ യൂണിയൻ കടക്കുന്നത്. അത് തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇടത് സഹയാത്രിക തുറന്നടിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ സിസ തോമസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സിസ തോമസ് ഒരു ഇടത് അനുകൂലി പോലും ആയിരുന്നില്ല. പക്ഷേ അവരോട് സർക്കാർ നടത്തിയിട്ടുള്ള വഞ്ചന അത് പിന്നീട് സുപ്രീം കോടതിയിൽ അടക്കം പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നീതിയുടെയും നിയമത്തിൻ്റെ വഴിയിലൂടെ പോയതിന് ശേഷമാണ് ആ ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ സിസ തോമസിന് ലഭ്യമായത്. അതും പിന്നീട് പിടിച്ചു വെക്കുന്ന സാഹചര്യം സർക്കാർ നടത്തി. സമാനമായൊരു സാഹചര്യമാണ് വർഷങ്ങളായി പാർട്ടിക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ എല്ലാ രീതിയിലും പാർട്ടിക്കാരിയായി വളർന്നു വന്ന ഒരു സ്ത്രീക്ക് നേരെ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നിയമ പോരാട്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, നിയമോപദേശം ലഭിച്ച് അതിൻ്റെ തുടർച്ച എന്നോണം താൻ പോകുമെന്നുള്ളതാണ്. ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നുള്ള ഒരു നിലപാട് പ്രീത ജോൺ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ്
ഇത് സംബന്ധിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രീത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത്. ഇതോടെയാണ് ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കുകയും ചെയ്തിട്ടുള്ളത്. താൻ ഇതേ സഹയാത്രികയാണ്. തൻ്റെ സർവീസ് കാലയളവിൽ ഈ 33 വർഷത്തിനിടയിൽ താൻ ഒരു കുറ്റാരോപണ ആവുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ തനിക്കെതിരെ ഒരു ആരോപണമോ അലിഗേഷനോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് തനിക്ക് ലഭ്യമാക്കേണ്ട തുക, അതായത് വിരമിക്കൽ ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നത്? ആരുടെ വ്യക്തി താല്പര്യമാണ് അത്? ഇടതുപക്ഷക്കാരിയായിട്ടും എനിക്ക് ഇത്തരത്തിലൊരു സാഹചര്യം നേരിടേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നുള്ളതായിരുന്നു ആ ഫേസ്ബുക്കിൻ്റെ കണ്ടന്റ്, അല്ലെങ്കിൽ ആ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൻ്റെ കണ്ടന്റ് എന്നുള്ളത്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ജനം ടി വിയിലൂടെ അടക്കം ഇപ്പോൾ ഇവർ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരെ അടക്കം സമീപിച്ചിട്ടും കാര്യമായ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അതിലൊരു മാറ്റമുണ്ടാകും, സഹായം ലഭ്യമാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിലും ഇടത് സഹയാത്രിക മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. വിനോദ. അതെ, സംസ്ഥാന സഹകരണ യൂണിയനിൽ നിന്നും വിരമിച്ച റിട്ടയർഡ് ജനറൽ മാനേജർ പ്രീത ജോണിനാണ് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകാതെ സർക്കാർ അവരെ പീഡിപ്പിക്കുന്നത്. അവർ ഇടത് സഹയാത്രിക ആയിട്ടുകൂടി അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി. ISROയിൽ നിന്നുള്ള വ്യാജ നിയമന ഉത്തരവ് നൽകി കോടികളുടെ തട്ടിപ്പ്. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിനി റംസിയാണ് 2.5 കോടി രൂപ തട്ടിയെടുത്തത്. തട്ടിപ്പിന് ഇരയായത് തമിഴ്നാട്ടുകാരായ 35ഓളം യുവാക്കളായ പാവങ്ങൾ. ISROയിൽ ജോലി ചെയ്യുന്നതായി വിശ്വസിപ്പിക്കാൻ വ്യാജ തിരിച്ചറിയൽ കാർഡും ഇവർ സൃഷ്ടിച്ചു. ജനം എക്സ്ക്ലൂസീവ്. ரம்சின்னு ஒரு பொண்ணு, அவளுக்கு வந்து 28 வயசு இருக்கும். வேலை ஒரு பேக்டோர் வழியாக இஸ்ரோவில் வந்து பேக்டோர் வழியாக உங்களுக்கு ஒரு நல்ல ஒரு வேலை கிடைக்க போகுது. உங்கள் பிள்ளைகள் வந்து லைஃப்பில் நல்லபடியாக ஆவாங்கன்னு சொல்லி ரொம்ப சந்தோஷமான வார்த்தைகள் சொல்லி எங்களை அறிமுகப்படுத்தினாங்க. உங்களுக்கு வேலை 3 மாதத்தில் கிடைச்சிடும், நீங்கள் பைசா கொடுத்தா போதும் அப்படின்னு சொல்லி சொன்னாங்க. 3 மாதத்தில் பைசா கொடுத்துட்டான்னு சொன்னால் உங்களுக்கு வந்து வேலை கண்டிப்பாக கிடைச்சிரும் அப்படின்னு சொல்லி சொன்னாங்க. நாங்கள் அதை அவங்க பேசின அந்த இனிப்பான வார்த்தையை நம்பி கொடுத்துட்டோம். ஒரு குறைஞ்சது வந்து 2.5 கோடி பக்கத்தில் எல்லாருமே சேர்ந்து கொடுத்துருப்பாங்க. ஒரு 33-35 பேரை அவங்க இந்த சீட்டிங் பண்ணியிருக்கிறாங்க. அதனால் அவங்கள வந்து நீங்கள் எப்படியாவது கண்டுபிடிச்சி எங்கள் பைசாவை வந்து நாங்கள் பாவப்பட்டவங்க ஒவ்வொருத்தரும் வந்து கஷ்டப்பட்டு சின்னாபின்னமாகி ஒவ்வொரு நாளும் வேலை செஞ்ச பைசாவை நாங்கள் கொடுத்துருக்குறோம். இப்படி பைசாவை கொடுத்துட்டு 2.5 வருஷமாக அவள் பின்னாடியே நாங்கள் அலைஞ்சிக்கிட்டு இருக்கிறோம். ஒவ்வொரு நாளும் வந்து ஏமாற்றிட்டு இருக்கிறா. இதுவரை பைசா கிடைக்கல, இன்றைக்கி தாரேன் நாளைக்கு தாரேன்னு சொல்லி கொஞ்சம் கொஞ்சமாக கெஞ்சி கூத்தாடி எனக்கு உள்ளதுக்கு மட்டும் ஒரு 8 லட்ச ரூபா ரிட்டர்ன் பண்ணிக்கிறேன். நான் 49 லட்ச ரூபா கொடுத்தேன், அதில் 8 லட்ச ரூபா ரிட்டர்ன் பண்ணியிருக்கேன். பாக்கி பைசா என்ன பண்ணணுன்னே தெரியல. ஒவ்வொரு நாளும் நான் வந்து செத்து பிழைக்கிறேன். எங்கள் வீட்டில் வந்து அவ்வளோ பிரச்சனைகள் இருக்கு, என்ன பண்ணுறதுன்னே தெரியல. இவ வந்து இப்படிப்பட்ட ஒரு மோசடியான பொண்ணை வந்து சின்ன வயசுலேயே இவ்வளோ பெரிய மோசடி பண்ணுவான்னு நாங்கள் எதிரே பார்க்கல. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേർന്നു. പ്രജിത്ത്, ആ തമിഴ്നാട് സ്വദേശിയായ അദ്ദേഹത്തിന് വാക്കുകൾ പോലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടുന്നത്. പോത്തൻകോട് സ്വദേശിനിയായ റംസിയ ഇത്തരത്തിൽ തമിഴ്നാട്ടുകാരായ 35ഓളം പേരിൽ നിന്നും 2.5 കോടി രൂപയോളം തട്ടിയെടുത്തിരിക്കുന്നു. ISROയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ്. ISROയുടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് സൃഷ്ടിച്ചായിരുന്നു ഇത്തരത്തിൽ പണം കബളിപ്പിച്ചത്. റസിയക്കെതിരെ എന്താണ് നടപടി? അവർ ഇപ്പോൾ സ്ഥലത്തുണ്ടോ? പോലീസ് എന്നാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹനൻ. വിനോദ, കഴിഞ്ഞ കുറച്ച് കാലമായി ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ തമിഴ്നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇവരെല്ലാവരും തിരുനെൽവേലി സ്വദേശികളാണ്, ഏകദേശം ഒരേ സ്ഥലത്തുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന, തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു ലോക്കൽ കോൺടാക്റ്റ് വഴിയാണ് ഈ റംസിയുമായി ഇവർ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെയും ഈ പറയുന്ന ലോക്കൽ കോൺടാക്റ്റ് അടക്കമുള്ളവരെയും ഇവർ ഈ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എന്തായാലും തമിഴ്നാട്ടുകാരായ 35ഓളം പേരിൽ നിന്നാണ് 2.5 കോടിയോളം രൂപ പോത്തൻകോട് സ്വദേശിനിയായ റസിയ തട്ടിയെടുത്തത്. ടെലിഫോണിൽ പ്രജിത് മോഹനൻ തുടരുകയാണ്. പ്രജിത്ത്, തുടരാം.
പറയുന്ന ആളുകളെ ഈ പറയുന്ന ലോക്കലായിട്ടുള്ള ഇവിടെ താമസിച്ചിരുന്ന ഒരു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ആള് അല്ലെങ്കിൽ അവരുമായി ബന്ധമുള്ള ഒരാളെയും ഇവർ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്നാണ് ആദ്യം ഇവർ പണം വാങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൾക്കൊക്കെ ജോലി നൽകാമെന്നുള്ളൊരു വാഗ്ദാനമൊക്കെ നൽകുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ മറ്റ് തമിഴ്നാട്ടുകാരായ ആളുകളുമായും ഇവർ ഈ രീതിയിൽ ഇദ്ദേഹം വഴി ബന്ധം സ്ഥാപിക്കുന്നു. അതിനുശേഷം താൻ ISROയിൽ ജോലി ചെയ്യുന്ന ആളാണ്, അതിൻ്റെ ID കാർഡൊക്കെ കാണിച്ച് അവിടെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ളൊരു പോസ്റ്റിലൊക്കെ ഉള്ള ആളാണെന്ന രീതിയിലുള്ള ID കാർഡൊക്കെ കാണിക്കുന്നു. പിന്നീട് ഈ ISROയിൽ ഈ രീതിയിൽ ജോലി വാങ്ങിച്ച് കൊടുക്കാൻ തനിക്ക് കഴിയും. അവിടെ നിരവധി പേർക്ക് ഇത്തരത്തിൽ സർക്കാർ ജോലി നിയമനം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണം നൽകിയാൽ ആ നിയമനം നൽകാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുടെ പേര് ബാലകൃഷ്ണൻ എന്നാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയാണ്, CRPFിലൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഇവർ പറയുന്ന രീതിയിൽ ഇത് വിശ്വസിക്കുകയും പണം നൽകുകയും ചെയ്തു. 3 പേർക്ക് വേണ്ടിയാണ് അദ്ദേഹം പണം നൽകിയത്. 49 ലക്ഷം രൂപ ഈ രീതിയിൽ റംസിക്ക് കൈമാറി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പണമായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. റംസിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മറ്റ് നിരവധി ആളുകളും ഇപ്പോൾ പണം നൽകിയിട്ടുള്ളതിൻ്റെ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാണ്. പ്രജിത്ത കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പോലീസ് നടപടി എന്താണ്? ഇവർ പരാതി നൽകി, ഇവർ ഇപ്പോഴും ഈ നാട്ടിൽ തന്നെ ഉണ്ടോ, അതോ ഇവർ മുങ്ങിയോ? 2.5 കോടി രൂപ 35 പേരിൽ നിന്ന് കബളിപ്പിച്ചെടുക്കുന്നു, ജോലി വാഗ്ദാനം നൽകി. എന്താണ് ഈ തട്ടിപ്പുകാരി ഇപ്പോൾ എവിടെയാണ്? വിനോദ്, റംസിയുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ മറ്റ് ഈ പറയുന്ന പരാതിക്കാരുടെ കയ്യിലുള്ള ഫോൺ നമ്പറുകളിൽ അവരെ ബന്ധപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം ഈ പരാതിയുമായി ഇവർ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. പക്ഷേ ഇദ്ദേഹം ബാലകൃഷ്ണനാണ് പരാതി നൽകാൻ മുന്നിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പലരും വിദ്യാർത്ഥികളാണ്, മറ്റ് ചില സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെയാണ്. അപ്പോൾ അവർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളോട് ആ വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിയെങ്കിലും ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ അവർ തമിഴ്നാട്ടുകാരാണ്, മറ്റൊരു സംസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനായി ചില ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും അവർക്കുണ്ട്. പക്ഷേ ഈ പണം നൽകിയതിനുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ അടക്കമായിട്ടാണ് അവർ നമ്മളെ കാണാൻ വന്നതും. ഈ രീതിയിൽ ഈ റംസിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ പണം കൈമാറിയത്, നേരിട്ട് പണം കൈമാറിയ സംഭവം ഉണ്ടായത് തമിഴ്നാട്ടിൽ വെച്ചായതിനാൽ അവിടെ നിന്ന് കേസെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് കേരളത്തിലെ പോലീസ് അവർക്ക് നൽകിയത്. അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളുമായി അവർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ISROയുടേതായി ഒരു വ്യാജ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൂടി ഇതിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു ഫോർജറി, ഒരു ക്രൈം തന്നെ നമ്മൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്, രാജ്യത്തെ പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളൊന്നാണ്. അപ്പോൾ അവിടുത്തെ ഒരു ജോലി ലഭിച്ചു എന്നുള്ള രീതിയിൽ ഒരു സീലൊക്കെ തയ്യാറാക്കി അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ തയ്യാറാക്കി നൽകുന്നു എന്നുള്ളത് പറയുമ്പോൾ അതൊരു വലിയ ഗുരുതരമായിട്ടുള്ള തട്ടിപ്പ് കൂടിയാണ്, അല്ലെങ്കിൽ വലിയ ക്രൈം കൂടിയാണ്. അങ്ങനെ ഏതാണ്ട് 35-40ഓളം പേർ, 30-35-40 ആ ഒരു റേഞ്ചിൽ വരുന്ന ആളുകൾ ഈ രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവരിൽ നിന്നെല്ലാമായി ഏകദേശം ഒരു 2.5 കോടി രൂപയോളം ഇവർ തട്ടിയെടുത്തു എന്നുള്ളതുമാണ് ഇതിൽ പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി ഈ പരാതിക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ റംസിക്ക് എങ്ങനെയാണ് ഈ ID കാർഡ് തയ്യാറാക്കാനുള്ള അവസരം ലഭിച്ചത്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അവർ ഈ വ്യാജ അപ്പോയിൻമെൻറ്റ് ഉത്തരവ് തയ്യാറാക്കിയത്, ISROയിൽ നിന്ന് ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളോ സഹായങ്ങളോ കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള അതായത് അവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ കിട്ടിയിരുന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുമായി എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ കേരള പോലീസ് ഒരു സഹകരണം നടത്തിയിട്ടില്ല എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് സ്വാഭാവികമായും ഈ പണം കൈമാറിയതിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷൻ അടക്കമുള്ള വിഷയങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ ദിവസം പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലാണ് അവർ ഈ പരാതിയുമായി സമീപിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കമുണ്ട്. ഈ എല്ലാ തെളിവുകളുമുണ്ട്. 35ഓളം പേരാണ് കബളിപ്പിക്കപ്പെട്ടത്. തമിഴ്നാട്ടുകാരായ 35 പേർക്ക് ISROയിൽ ജോലി വാഗ്ദാനം നൽകിയാണ് റംസിയ എന്ന് പറയുന്ന ആൾ, പോത്തൻകോട് സ്വദേശിനി. അവരാണ് ഇത്തരത്തിൽ 2.5 കോടി രൂപയോളം തട്ടിയെടുത്തത്. ഉഷാ നെല്ലൂർ പറയുന്നത് അവർ വേറെങ്ങും പോയി കാണില്ല, കേരളത്തിൽ തന്നെ കാണുമെന്ന് പറയുന്നു. ഇവിടെ പരാതി നൽകാൻ വരുമ്പോൾ പോലീസ് പറയുന്നത് തമിഴ്നാട്ടിൽ വെച്ചല്ലേ പൈസ കൊടുത്തത്, പണം കൊടുത്തത്, അതുകൊണ്ട് പരാതി അവിടെ കൊടുക്കാൻ പറയുന്നു. എത്ര വിദഗ്ധമായിട്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ സംരക്ഷിക്കാൻ നിയമ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കാണണം. കൊല്ലത്ത് നിന്ന് സമാനമായ നിലയിൽ മറ്റൊരു തട്ടിപ്പിൻ്റെ വാർത്ത വരുന്നുണ്ട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ യുവതി അറസ്റ്റിൽ. കൊല്ലം കല്ലട സ്വദേശിനി ചിഞ്ചു അനീഷാണ് പിടിയിലായത്. എറണാകുളം കലൂരിൽ നിന്നാണ് പ്രതിയെ പുനലൂർ പോലീസ് പിടികൂടിയത്. ന്യൂസിലാൻഡിലെ സീപോർട്ടിൽ തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. സമൂഹമാധ്യമങ്ങൾ വഴി പരസ്യത്തിലൂടെ യുവാക്കളെ വിശ്വസിപ്പിച്ചു. എറണാകുളം പെരുമ്പാവൂരിലെ ഫ്ലൈവില്ല ട്രീ, ടാലന്റ് വിസ കൺസൾട്ടൻസി എന്നീ സ്ഥാപനങ്ങളുടെ മറവിലാണ്
ചിഞ്ചു അനീഷും സംഘവും ലക്ഷങ്ങൾ തട്ടിയത്. വ്യാജ ഓഫർ ലെറ്റർ ചമച്ച് പലരെയും കബളിപ്പിച്ചു. കേസിൽ ഫ്ലൈവില്ല ട്രീ ഉടമകളിൽ ഒരാളായ ബിനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഒളിവിലായിരുന്ന കല്ലട സ്വദേശി ചിഞ്ചു അനീഷിനെ ഇപ്പോഴാണ് പിടികൂടിയത്. കൊല്ലം സ്വദേശിയായ നിഷാദിന്റെ പരാതിയിലാണ് നടപടി. നിഷാദിൽ നിന്ന് മാത്രം 11 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തു. ഗൂഗിൾ മീറ്റിൽ വരികയും ഞാൻ എൻ്റെ ഫണ്ട്, എനിക്ക് ഓഫർ ലെറ്ററും വ്യാജരേഖകളും സംശയം തോന്നിയതിനെ തുടങ്ങി തിരികെ ചോദിച്ചു. എൻ്റെ ഫണ്ട് ചോദിച്ചപ്പോൾ അതിനുവേണ്ടി അവരൊരു ഗൂഗിൾ മീറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ വന്നിട്ട് പറഞ്ഞു നിഷാദിൻ്റെ വിസ ന്യൂസിലാൻഡ് എമിഗ്രേഷൻ സൈറ്റിൽ ആക്ടിവേഷനായി കിടക്കുകയാണ്, അത് മെയിലിലോട്ട് ഫോർവേഡ് ചെയ്യുന്ന താമസമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് 2 ഘട്ടങ്ങളായിട്ട് പുനലൂർ ഫെഡറൽ ബാങ്കിൽ നിന്നും 11.5 ലക്ഷം രൂപ ഇപ്പം തട്ടിയെടുത്തിട്ട് ഇവർക്ക് ഇപ്പം പോലീസിൽ ഞാൻ പരാതി കൊടുക്കുകയുണ്ടായി, പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയുണ്ടായി. മുൻപ് തട്ടിപ്പ് കേസിൽ എറണാകുളം നോർത്ത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോലി വാഗ്ദാനത്തിലെ തട്ടിപ്പിനിരയായവരിൽ കൂടുതൽ പേർക്കും ചിഞ്ചു ക്രൂയിസ് ഷിപ്പ് ക്രൂ ജോയിനിങ് വിസിറ്റിംഗ് വിസയാണ് നൽകിയത്. ഇത് കപ്പലിൽ ജോലിയുള്ളവർക്ക് ജോയിൻ ചെയ്യുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. 12,000 രൂപ മാത്രം ഫീസുള്ള ഈ വിസയ്ക്ക് 10-12 ലക്ഷമാണ് ഓരോരുത്തരും നൽകിയിരുന്നത്. ഇതിലൂടെ പല യുവാക്കളും വഞ്ചിക്കപ്പെട്ടു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യപരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. ഇനിയൊരു ചികിത്സാ സഹായത്തിന്റെ വാർത്തയാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കനിവ് തേടി നെയ്യാറ്റിൻകര ധനുവച്ചപുരം ശ്രീഭവനിൽ കുഞ്ഞു ശ്രീയാൻഷ്. കരൾ പകുത്തു നൽകാൻ അച്ഛൻ തയ്യാറാകുമ്പോഴും പണം വില്ലനാവുകയാണ്. 40 ലക്ഷത്തോളം രൂപയാണ് ശ്രീയാൻഷ് ചികിത്സയ്ക്കായി കുടുംബം കണ്ടെത്തേണ്ടത്. കാത്തിരുന്നും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടും കൈവന്ന ഭാഗ്യമായിരുന്നു ധനുച്ചപുരം ശ്രീഭവനിൽ ശ്രീജിത്തിനും അഞ്ജനയ്ക്കും ശ്രീയേഷ് എന്ന പൊന്നോമന. കളിപ്പാട്ടങ്ങൾ കാത്തുവച്ച മോന് 2.5 മാസം മുതൽ കൂട്ടായത് മരുന്നുകളാണ്. കണ്ണിൽ മഞ്ഞനിറം കണ്ടതിനെ തുടർന്നായിരുന്നു ആദ്യം ആശുപത്രിയിലെത്തിയത്. ഞങ്ങൾ 2.5 വയസ്സുണ്ടായിരുന്നപ്പോൾ കണ്ണിലൊക്കെ മഞ്ഞയായി. മഞ്ഞ വന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ SIT ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് 1 മാസത്തോളം ഞങ്ങൾ അവിടെയൊക്കെ ചികിത്സയിലായിരുന്നു. പിന്നെ തുടർ ചികിത്സയും ഒരു 10 മാസം ഇതുവരെ തുടർ ചികിത്സയുമായിരുന്നു. ഒരു 3 മാസം മുന്നെയാണ് ഇവന് സർജറി ചെയ്താലേ ഇവൻ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്നത്. ദഹനം ബുദ്ധിമുട്ടായതുകൊണ്ട് കുഞ്ഞ് ശ്രീയേഷിന് ഭക്ഷണം നൽകുന്നതും വലിയ കഷ്ടമാണ്. കഴിക്കുന്ന ആഹാരത്തിൻ്റെ 20% മാത്രമാണ് ശരീരം ആഗിരണം ചെയ്യുക. മകനെ രക്ഷിക്കാൻ കരൾ മാറ്റിവെക്കുക എന്നതു മാത്രമാണ് കുടുംബത്തിന് മുന്നിലുള്ള ഏക മാർഗം. കരൾ പകർത്തു നൽകാൻ അച്ഛൻ ശ്രീജിത്ത് തയ്യാറാണ്. പക്ഷേ പണമാണ് വില്ലൻ. 40 ലക്ഷം രൂപയോളമാണ് കരൾ മാറ്റിവെക്കുന്നതിന് കുടുംബത്തിന് ചിലവ്. നമ്മളിപ്പോൾ ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നടത്തുന്നത്. അതിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഉദ്ദേശിച്ചുള്ളത് 40 ലക്ഷത്തിലധികം രൂപ ചിലവാകും നിലവിൽ. ഇപ്പോൾ നമ്മളിവിടെ ഒരു ചികിത്സാ സഹായ സമിതി എന്നുള്ളൊരു ഇത് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ 2.5 മാസം പ്രായമുള്ളപ്പോഴത്തേനും SITയിലാണ് ആദ്യം കൊണ്ടുപോകുന്നത്. SITയിലായിരുന്നു അവൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു 3 മാസത്തിന് മുന്നെയാണ് ശരിക്കും ഈ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ് ഏക പോകാൻ വഴിയെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചത്. 2 മാസത്തിനുള്ളിൽ ശസ്ത്രക്രിയ നടത്തണമെന്നതാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. അതിൽ 1 മാസം പിന്നിട്ടു. കഷ്ടതയിൽ ജീവിതം തള്ളി നിൽക്കുന്ന ശ്രീജിത്തിനും കുടുംബത്തിനും മകൻ ശ്രീയാൻഷിനെ രക്ഷിക്കാൻ അവർക്കൊപ്പം നമുക്കും കൈകോർക്കാം. മലയാളിയുടെ നന്മയുടെ കരുതൽ ഒരു വട്ടം കൂടി തെളിയിക്കാം. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. സാമ്പത്തിക സഹായം നൽകാൻ കഴിയുന്നവരും സന്മനസ്സുള്ളവരും ഈ കുടുംബത്തെ സഹായിക്കുക. മുംബൈയിൽ തപസ്യ കലാവേദി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ഹിന്ദു സേവാ സമിതി മഹാരാഷ്ട്ര സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശ് കലംബൊലി നിർവഹിച്ചു. വസായി വെസ്റ്റിലുള്ള ഗംഗാ ബിൽഡിംഗിൽ ആണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. സ്മരണിക പ്രകാശനം സാമൂഹ്യ പ്രവർത്തകൻ രാജ കാമ്പളെ നിർവഹിച്ചു. തപസ്യ കലാവേദി പ്രസിഡന്റ് മനോജ് കുമാർ, സെക്രട്ടറി അരവിന്ദാക്ഷൻ, രജിത രാമനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. F-35 യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിശോധിക്കുന്നതിനായി വിദഗ്ധ സംഘം ഇന്നെത്തും. അറ്റകുറ്റപ്പണി വിജയിച്ചില്ല എങ്കിൽ വിമാനം പ്രത്യേക ചരക്ക് വിമാനത്തിൽ പൊളിച്ച് കൊണ്ടുപോകും.
കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ധനം തീർന്നതിന് പിന്നാലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിവരങ്ങളുമായി ശാലിനി ചേർന്നു. ശാലിനി, വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് യുദ്ധവിമാനം അതിൻ്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സാങ്കേതിക വിദഗ്ധർ അതിനായി ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഈ യുദ്ധവിമാനം എപ്പോഴത്തേക്ക് തിരികെ കൊണ്ടുപോകാനാണ് അവരുടെ ശ്രമം? ശാലിനി. വിനോദ, കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് ഒരു യുദ്ധവിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ബ്രിട്ടന്റെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളുള്ള F-35 എന്ന് പറയുന്ന യുദ്ധ വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. അടിയന്തര ലാൻഡിംഗ് കഴിഞ്ഞ് ഇത്രയധികം ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ യുദ്ധവിമാനം തിരികെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. ഇതിൻ്റെ ഇന്ധനം തീർന്നാണ് അന്ന് ഇൻഡോ പസഫിക് മേഖലയിൽ സംയുക്ത അഭ്യാസ പ്രകടനങ്ങൾക്കിടയിലാണ് ഇന്ധനം തീരുകയും തിരുവനന്തപുരത്തെ രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോട് അഭിപ്രായം തേടുകയും അതിനുശേഷം അത് ഇറക്കുകയും ചെയ്തത്. ഇന്ധനം നിറച്ചതിന് ശേഷമാണ് ഇതിലെ ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറുകൾ തിരിച്ചറിയുകയും പിന്നീട് സാങ്കേതിക തകരാറുകളൊക്കെ ഗുരുതരമായി കണ്ടെത്തുകയും അത് പരിഹരിച്ചാൽ മാത്രമേ തിരികെ പോകാൻ കഴിയൂ എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിൽ നിന്ന് ചില സാങ്കേതിക വിദഗ്ധർ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു. പക്ഷേ എത്തി പരിശോധന നടത്തി ഹാങ്ങറിലേക്ക്, എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റി സുരക്ഷാ പരിശോധനകൾ പൂർത്തീകരിച്ചത് മടങ്ങുമെന്നുള്ളതായിരുന്നു ആദ്യം സൂചന നൽകിയത്. പക്ഷേ ഹാങ്ങറിലേക്ക് മാറ്റാനോ മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇതിൻ്റെ യാത്ര സംബന്ധിച്ചൊരു ആശങ്ക നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് 40 അംഗ സംഘം തിരുവനന്തപുരത്തേക്ക് എത്താൻ പോകുന്നത്. ബ്രിട്ടനിൽ നിന്നും ഈ ഒരു യുദ്ധവിമാനം നിർമ്മിച്ച നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാർ അടക്കമുള്ളവർ ഈ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 11:30 അവർ തിരുവനന്തപുരത്ത് എത്തും. അതിനുശേഷം ഇതിൽ എൻ്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് മടക്കി കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കും. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ചരക്ക് വിമാനമായ ഗ്ലോബ് മാസ്റ്ററിൽ ഈ ഒരു വിമാനം തിരികെ കൊണ്ടുപോകാനുള്ള നടപടികളാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ബ്രിട്ടൻ. അതിൽ പ്രധാനമായും ഇതിൻ്റെ ചിറകുകൾ അടക്കം അഴിച്ചുകൊണ്ട് ഗ്ലോബ് മാസ്റ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ഏകോപിപ്പിക്കുകയാണ്. പ്രധാനമായും തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ബേ 4-ലാണ് ഈ വിമാനം ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന് വാടക അടക്കം നിലവിൽ വിമാനത്താവള നടത്തിപ്പുകാർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അടക്കമുള്ള കണക്കുകൾ കൂട്ടിവരികയെന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ഈ 40 അംഗ സംഘം തിരുവനന്തപുരത്തേക്ക് എത്താൻ പോകുന്നത്. നമുക്കറിയാം, വലിയ രീതിയിൽ ട്രോളൊക്കെ ഈ ഒരു വിമാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ബ്രിട്ടനിലെ ചില മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ കേരള ടൂറിസം അടക്കം അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പരസ്യ കഥാപാത്രമാക്കി ഈ അത്യാധുനിക സംവിധാനമുള്ള ഈ ഒരു യുദ്ധവിമാനത്തെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിലൊക്കെ ഒടുവിൽ തിരുവനന്തപുരത്തെത്തിയ യുദ്ധവിമാനം തിരികെ പോകാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ സംഘം എത്തി വിശദമായ പരിശോധനകൾ നടത്തും. അതിനുശേഷം ഇവിടെ തന്നെ പരിഹരിക്കാൻ കഴിയുന്നതാണ് എങ്കിൽ പരിഹാരം നടത്തി തിരികെ കൊണ്ടുപോകും. മറിച്ചാണ് എങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്ലോബ് മാസ്റ്ററിൽ ഈ വിമാനം തിരികെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി അവിടെയായിരിക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുകയും ചെയ്യുക. എന്തായാലും നീണ്ട ദിവസങ്ങളായി തിരുവനന്തപുരത്തെ രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ ബേ 4-ൽ അങ്ങനെ F-35 എന്ന് പറയുന്ന ഏറ്റവും അത്യാധുനിക സംവിധാനമുള്ള ബ്രിട്ടന്റെ യുദ്ധവിമാനം തുടരുകയാണ്, പാർക്ക് ചെയ്തിരിക്കുകയാണ്. വിനോദം, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടന്റെ യുദ്ധവിമാനം മടക്കിക്കൊണ്ടുപോകാനുള്ള നടപടികളുമായി ബ്രിട്ടീഷ് ഭരണകൂടം അതിൻ്റെ നടപടികൾ നീക്കുന്നു. സാങ്കേതിക വിദഗ്ധർ ഇന്ന് തന്നെ തലസ്ഥാനത്തെത്തും. ഉടൻ തന്നെ അത് വലിയ നിലയിൽ അത് പൊളിച്ചു മാറ്റിയ ശേഷം അത് മറ്റൊരു വിമാനത്തിൽ മടക്കിക്കൊണ്ടുപോകുമെന്നുള്ള വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി നൽകുന്നത്. പുത്തൻപുലരി ഇവിടെ സമാപിക്കുകയാണ്. ഇനി കൂടുതൽ വാർത്തകളുമായി ലൈവ് റിപ്പോർട്ട്സിൽ കൃഷ്ണരാജ് ചേരും. നമസ്തേ.